എല്ലാ വാശിയും വീറും കാണിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളായിരുന്നു. ഇനി നല്ലത് വരാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഒന്ന് 2 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പുതിയതായിട്ട് കടന്നു വന്നവരെല്ലാവരെയും വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പുതിയ ധാരാളം പുതുമുഖങ്ങളുണ്ട്, പഴയ മുഖങ്ങളുണ്ട്. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശബ്ദമെല്ലാം ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും എൻ്റെ ശബ്ദം വ്യക്തമായിട്ട് കേൾക്കാമെന്ന് കരുതുന്നു. ഓക്കെ, നിങ്ങൾ തംസ്ഡ് ആണെങ്കിൽ അത് മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾക്ക് ശല്യമുണ്ടോ? കേൾക്കാമോ? കേൾക്കുന്നില്ല. എനിക്ക് കേൾക്കാൻ വേണ്ടി വെച്ചത്. എൻ്റെ മൈക്ക് അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ടോ എന്ന് സംശയം. ഇപ്പൊ കേൾക്കാമോ? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. വളരെ ലൈറ്റ് ആയിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ കേൾക്കാൻ പറ്റും, അതുകൊണ്ട് പ്രശ്നമില്ല. സർ നമസ്തേ. നമസ്തേ നമസ്തേ. സുഖമായിരിക്കുന്നു? സുഖമായിരിക്കുന്നു. ഇന്നലെ കണ്ടില്ലല്ലോ. ഇന്നലെ തിരക്കിലായിരുന്നു. ഇന്നലെ ക്ലാസ് എല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് മൈക്ക് ഭയങ്കരമായ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്ലാസ്സുകളും ഹീലിങ്സും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്രയും വലിയൊരു ഫംഗ്ഷനായിട്ടും എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ വക്കീലിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ അത്യാവശ്യമായൊരു ഫംഗ്ഷൻ എനിക്കുള്ളത് കൊണ്ട് എന്നെ ഒഴിവാക്കണമെന്ന്. എനിക്കൊന്ന് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേക്കൂ. അവിടെ എന്തോ ഡിസ്റ്റർബൻസ് വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. നമുക്കിനി ക്ലാസ് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു ഡിബിൻ സാർ. എല്ലാവരും ഞാൻ അബണ്ടൻസ് മെഡിറ്റേഷൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വളരെ സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെ നിങ്ങളെല്ലാവരെയും, നിങ്ങൾ ഈ സമയം കണ്ടെത്തിയതിന് ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, എൻ്റെ സ്നേഹം അറിയിക്കുന്നു. എല്ലാ സ്നേഹവന്ദനങ്ങളും തുടക്കം തന്നെ ഞാൻ നിങ്ങൾക്ക് പകരുകയാണ്. നമ്മൾ അബണ്ടൻസിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ അബണ്ടൻസ്? ദയവായിട്ട് നിങ്ങൾ എല്ലാവരുടെയും മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം തരാം. ആ സമയം നിങ്ങൾ മൈക്ക് എടുത്തോളൂ. ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കില്ല, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ക്ലാഷ് ആവും. അപ്പോൾ അബണ്ടൻസ് എന്നത് എന്താണ്? വാട്ട് ഈസ് അബണ്ടൻസ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം, ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. അബണ്ടൻസ് എന്ന് പറയുമ്പോൾ അത് പണം മാത്രമല്ല. പലരുടെയും ചിന്ത അബണ്ടൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പണമാണ്, ധനമാണ് മനസ്സിൽ വരുന്നത്. അതൊരു ഭാഗമാണ്. ഞാൻ എൻ്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ അബണ്ടൻസ് എന്നത് ഒരു ജീവിത അവസ്ഥയാണ്. ഒരു ജീവിതം എങ്ങനെ നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അതിനെ നമ്മൾ അബണ്ടൻസ് എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ അബണ്ടൻസ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാം, നിങ്ങളുടെ ജീവിതത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന ആ ഒരു നിലയുണ്ട്, ആ ഒരു അവസ്ഥയുണ്ട്. അതിനെയാണ് അബണ്ടൻസ് ഇൻ ലൈഫ്, അല്ലെങ്കിൽ സമൃദ്ധിയുടെ ഒരു നിലവാരം, അല്ലെങ്കിൽ പരിപൂർണ സമൃദ്ധിയിലാണെന്ന് പറയുന്നാൽ അതാണ്. അപ്പോൾ അബണ്ടൻസ് എന്ന് പറയുമ്പോൾ അതിൽ പല കാര്യങ്ങൾ വരും. മനസ്സിലെ സമാധാനം, അത് അബണ്ടൻസിൽ പെടുന്നതാണ്. ആരോഗ്യവും ശക്തിയും, ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത്,
ആരോഗ്യം വേണം, നല്ല ശക്തി, നമ്മൾ പറയില്ലേ ഓജസ്സും അല്ലെങ്കിൽ ഐശ്വര്യവും വൈറ്റാലിറ്റിയും എല്ലാം നമ്മൾ കാണുന്നതിന് അവസ്ഥ നല്ല ആരോഗ്യം, നല്ല ശക്തി, സ്ട്രെങ്ത് ആൻഡ് ഹെൽത്ത്. മറ്റൊന്നാണ് സ്നേഹവും നല്ല ബന്ധങ്ങളും, നല്ല റിലേഷൻഷിപ്പ്, കുടുംബത്തിൽ നല്ല റിലേഷൻഷിപ്പ്, സമൂഹത്തിൽ നല്ല റിലേഷൻഷിപ്പ്, ബിസിനസ് നല്ല റിലേഷൻഷിപ്പ്, സ്നേഹബന്ധങ്ങളെല്ലാം വളരെ ഊഷ്മളമായിരിക്കുന്ന വളരെ സന്തോഷപ്രദമായ ബന്ധങ്ങൾ, ഇതെല്ലാം സമൃദ്ധിയുടെ ലക്ഷണമാണ്. മറ്റൊന്നാണ് ജോയ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, വളരെ സന്തോഷവും അതോടൊപ്പം തന്നെ സംതൃപ്തിയും ആയിരിക്കണം. ചിലർക്ക് സംതൃപ്തി ഉണ്ടാവില്ല, ഇതെല്ലാം ഉണ്ടാവും, പക്ഷെ സംതൃപ്തനായിരിക്കില്ല. അപ്പോൾ അയാളുടെ ജീവിതം ഒരു അബണ്ടൻസിലല്ല. അബണ്ടൻസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം അടങ്ങിയിരിക്കണം, സന്തോഷവും സംതൃപ്തിയും വേണം. ഇനിയാണ് സാമ്പത്തിക സമൃദ്ധി വരുന്നത്. അപ്പോൾ മേളിൽ പറഞ്ഞ 4 കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് പ്രകടമാകുകയും അതോടൊപ്പം സാമ്പത്തിക സമൃദ്ധി, സാമ്പത്തികമായ അഭിവൃദ്ധിയിൽ നിൽക്കുകയും ചെയ്യുന്നു. അതോടുകൂടി തന്നെ അതിൽ തന്നെ നിൽക്കുന്നതല്ല സമൃദ്ധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അബണ്ടൻസ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗ്രോത്ത്, ധാരാളം അവസരങ്ങൾ വീണ്ടും വീണ്ടും വരികയും അതോടുകൂടി വളരുകയും ചെയ്യുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അബണ്ടൻസ്. അപ്പോൾ അബണ്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും അധികം കാര്യങ്ങളുണ്ട്. മനസ്സിൻ്റെ സമാധാനം, പീസ്ഫുൾ, വളരെ പീസ്ഫുൾ ആണെന്ന് പറയുന്നു. വളരെ നല്ല ആരോഗ്യവും സ്ട്രെങ്ത്തും ശക്തിയും, സ്നേഹബന്ധങ്ങൾ, എല്ലാ റിലേഷൻഷിപ്പിലും വളരെ ഊഷ്മളമായ ബന്ധങ്ങൾ, അതുപോലെ തന്നെ ജോയ്ഫുൾ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, ജീവിതം വളരെ ആഘോഷവും സംതൃപ്തി നിറഞ്ഞതുമായിരിക്കുക, സാമ്പത്തികമായ സ്വാതന്ത്ര്യം അനുഭവിക്കുക, അതുപോലെ തന്നെ ധാരാളം അവസരങ്ങളും അതോടൊപ്പം തന്നെ ഗ്രോത്ത്, വളർച്ചയും ഉണ്ടായിരിക്കുക. ഇതിനെ ഇത്രയും വിശാലമായിട്ട് പറയുമ്പോൾ ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് സമൃദ്ധി എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമായതിലും കൂടുതലായി ലഭിക്കുന്ന അവസ്ഥ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യം എന്ന് കരുതുന്നതിന് അപ്പുറമായിട്ട് ലഭിക്കുന്ന ഒരു ജീവിത അവസ്ഥയാണ് അബണ്ടൻസ് ഇൻ ലൈഫ്. ഇനി മറ്റൊരു വിധത്തിൽ പറയുമ്പോൾ അബണ്ടൻസ് ഒരു മൈൻഡ് സെറ്റാണ്. അബണ്ടൻസ് നമ്മുടെ എല്ലാം ഉള്ളിലുള്ള നമ്മുടെ ഒരു മാനസികമായ ഒരു അവസ്ഥ, ഒരു ട്യൂണിംഗ് ആണ് അബണ്ടൻസ്. അത് കുറച്ചുകൂടി വ്യക്തമാക്കാം. അബണ്ടൻസ് പലപ്പോഴും കരുതുന്നത് ഒരു ഔട്ട്സൈഡായിട്ട് എന്തോ സംഭവിക്കുന്നു നമ്മളിലേക്ക്. നേരെ തിരിച്ചാണ്, നമ്മുടെ ഉള്ളിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. അതിൻ്റെ തുടക്കം, സമൃദ്ധിയുടെ തുടക്കം നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അത് നമ്മുടെ ചിന്തകളിൽ നിന്നും നമ്മുടെ വിശ്വാസത്തിൽ നിന്നും ആരംഭിക്കുന്നു. അബണ്ടൻസ് ഒരു മൈൻഡ് സെറ്റാണ്. അത് എക്സ്റ്റേണൽ ഫോഴ്സിനേക്കാളും ഉപരി അതിൻ്റെ തുടക്കം നമ്മുടെ തോട്ട് ഫോം, ചിന്തകളിൽ നിന്നും നമ്മുടെ ഫെയ്ത്ത്, വിശ്വാസത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, നമ്മൾ പലപ്പോഴും നമ്മുടെ അറിവില്ലാത്ത കാലങ്ങളിൽ പറയുന്നതാണ്, എനിക്കിതൊന്നും പോരാ, അല്ലെങ്കിൽ ദാരിദ്ര്യം പറച്ചിൽ, നമ്മൾ പറയും പഞ്ഞം പാടുക എന്ന് പറയും. എപ്പോഴും നമ്മൾ ലിമിറ്റഡായി ചിന്തിക്കുകയും എനിക്കിതില്ല, എനിക്ക് ഈ കഴിവില്ല, എനിക്കില്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ വിജയിക്കാൻ സാധിക്കില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ തോട്ടുകൾ എനിക്ക് ഒന്നും മതിയാകുന്നില്ല എന്ന ചിന്തകളാണ്. ആ ചിന്തകളിൽ എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും, നമുക്ക് എപ്പോഴും കുറവായിരിക്കും, അഭിവൃദ്ധിക്ക് പകരം കുറവായിരിക്കും. പക്ഷേ ആ ഒരു മൈൻഡ് സെറ്റിനെ, എനിക്കൊന്നും മതിയാകുന്നില്ല എന്നുള്ള മൈൻഡ് സെറ്റിനെ നിങ്ങളൊന്ന് ട്യൂൺ ചെയ്യുക. മറ്റൊരു ഫ്രീക്വൻസിയിൽ എനിക്കെല്ലാം ലഭിക്കുന്നു എന്ന് വിശ്വസിക്കണം. അതൊരു ആക്ഷനാണ്. ഫെയ്ത്ത് ആക്ച്വലി ഇസ് ആക്ഷൻ. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്, ഒരു ആക്ഷനാണ്, ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ എനിക്ക് എല്ലാം ലഭിക്കുന്നു എന്നുള്ള വിശ്വാസം നിങ്ങളുടെ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അബണ്ടൻസ് അവിടെ മുതൽ അത് ആകർഷിക്കപ്പെടാൻ തുടങ്ങും, നിങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും. ഇനി അതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം നമുക്ക് വിശദമായിട്ട് പഠിച്ചു പോകാം. നമുക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച്
നമുക്കൊരു മെഡിറ്റേഷനിലൂടെ കൂടി നമുക്കതിനെ കൺക്ലൂഡ് ചെയ്യാം. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും എന്ന് കരുതാം. അത്രയും ഷോർട്ടാക്കാനേ പറ്റുള്ളൂ, അതിലും ഷോർട്ടാക്കാൻ സാധ്യമല്ല. ഇത് 1-2 ദിവസത്തെ ക്ലാസ്സുകളാണ് യഥാർത്ഥത്തിൽ തീർക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് തരാനും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും കുറേ നല്ല കാര്യങ്ങൾ പഠിച്ച് മാറ്റം വരുത്താനും എല്ലാം നിങ്ങൾക്കൊരു സഹായമായി തീരും. അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക. ക്ലാസ് തീരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇനി അബണ്ടൻസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട 4 ഘടകങ്ങളുണ്ട്. 4 ഘടകങ്ങൾ, അടിസ്ഥാനപരമായിട്ട് 4 കാര്യങ്ങൾ അബണ്ടൻസ് ഉണ്ടാകുവാൻ, സമൃദ്ധി ഉണ്ടാകുവാൻ ആവശ്യമാണ്. അതിൽ നമ്പർ 1 ഈസ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. നമ്പർ 2 ഈസ് ഫെയ്ത്ത്, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു ഫെയ്ത്ത് വേണം എന്നുള്ളത്, ഫെയ്ത്ത്. ദെൻ നമ്പർ 3 പോസിറ്റീവ് തിങ്കിങ്. നമ്പർ 4 ആക്ഷൻ, ഇൻസ്പയർഡ് ആക്ഷൻ. മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ശരിയായ പ്രവർത്തനങ്ങൾ വരുമ്പോൾ എന്നിലും നിങ്ങളിലും സമൃദ്ധി ആകർഷിക്കപ്പെടുകയും സമൃദ്ധി വരികയും ചെയ്യും. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ അറിയാതെ കയറ്റിവിട്ട് ഒന്നുണ്ട്, അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ അത് പണമാണ്, ധനമാണെന്ന്. അതൊന്ന് മാറ്റണം. അബണ്ടൻസ് പണം മാത്രമല്ല, പണം ഉൾപ്പെടെ മറ്റ് മനസ്സിൻ്റെ സമാധാനം, ജീവിതത്തിൻ്റെ നിലവാരങ്ങളിലെ സന്തോഷവും തൃപ്തിയും ആരോഗ്യം, എല്ലാ ഘടകങ്ങളും കൂടി ചേർന്നാണ് സമൃദ്ധി വരുന്നതെന്ന് ഓർത്തിരിക്കുക. അതാണ് സമ്പൂർണമായ സമൃദ്ധമായ ജീവിതം എന്ന് പറയുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ അബണ്ടൻസ് ഉണ്ട്, സമൃദ്ധി ഉണ്ട്. എന്നാൽ അതിനെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യണം. നമ്മൾ പലപ്പോഴും നമ്മുടെ സമൃദ്ധിയെ ആക്ടിവേറ്റ് ചെയ്യാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ലിമിറ്റിംഗ് ബിലീഫ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്, നെഗറ്റീവ് തിങ്കിങ്, ആ പാറ്റേണുകളിലൂടെ നമ്മുടെ കുറവ്, എനിക്കിത് പോരാ, എനിക്കിത് കഴിയില്ല, നെഗറ്റീവ് ധാരാളം. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം അത് തന്നെ നെഗറ്റീവ് ആയതുകൊണ്ട്. നിങ്ങൾക്കറിയാം എന്താണ് നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺസ് എന്നുള്ളത്. അത് ലിമിറ്റിന്, അത് സമൃദ്ധിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു എനർജി ഫോമാണ്. അപ്പോൾ അത് പറയാതെ നമ്മൾ വിശ്വാസത്തോടു കൂടി എനിക്കെല്ലാം ലഭിക്കുന്നു, എനിക്കെല്ലാം സാധ്യമാണ്, ഞാനിത് ചെയ്ത് നേടും എന്നുള്ള പ്രഖ്യാപനങ്ങളും വിശ്വാസവും നിങ്ങളിൽ സമൃദ്ധിയെ ആക്ടിവേറ്റ് ചെയ്യും. ഇനി എൻ്റെ പരസ്യത്തിൽ കണ്ട അബണ്ടൻസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കാം. എന്താണ് അബണ്ടൻസ് മെഡിറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? Abundance meditation is a guided mental and emotional practice that helps you shift from a mindset of lack, fear, and limitations to one of wealth, flow, and limitless possibilities. അത് മലയാളത്തിൽ ഞാൻ പറയുകയാണ്. അബണ്ടൻസ് മെഡിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സൂപ്പർ വിഷനിലൂടെ, ഒരു മറ്റു വ്യക്തിയുടെ നിർദ്ദേശത്തോടെ മാനസികമായും വൈകാരികമായുമുള്ള ഒരു പരിശീലനമാണ്. ആ പരിശീലനത്തിലൂടെ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഭയത്തിൽ നിന്നും പരിമിതികളിൽ നിന്നും കുറവുകളിൽ നിന്നും എല്ലാം വിമുക്തമാക്കിക്കൊണ്ട് സമ്പത്തിലേക്ക്, ജീവിതത്തിൻ്റെ നല്ല ഒഴുക്കിലേക്ക്, അതുപോലെ തന്നെ പരിധികളില്ലാത്ത അവസരങ്ങളിലേക്ക് നയിക്കുന്ന ഒരു മെഡിറ്റേഷനാണ് അബണ്ടൻസ് മെഡിറ്റേഷൻ. അതിനെപ്പോഴും ഒരു കോച്ച്, ചിലവർ പറയും ലൈഫ് കോച്ച് എന്ന് പറയും, ചിലവർ ഗുരു എന്ന് പറയും, ടീച്ചർ എന്ന് പറയും. എന്തെല്ലാം പറഞ്ഞാലും ഒരു വ്യക്തി നിങ്ങളെ ഗൈഡ് ചെയ്യുക എന്നതാണ്. ഇത് അതിനുശേഷം സ്വയം പരിശീലനം പ്രാപിച്ച് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഗൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ, അബണ്ടന്റ് മെഡിറ്റേഷൻസ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അബണ്ടൻസ് എന്ന് പറയുന്നത് പണത്തെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നതല്ല, പണത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതല്ല. ലോ ഓഫ് അട്രാക്ഷനിലെല്ലാം പല ക്ലാസ്സുകളും നിങ്ങൾ ചിലവർ പങ്കെടുത്ത് കാണും. നിങ്ങൾ ഡിസയർ ചെയ്യുക, ആഗ്രഹിക്കുക, അത് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുക, അത് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നൊക്കെ പറയുന്നതിൻ്റെ സയൻസ് ഉണ്ടെങ്കിലും എന്തുകൊണ്ട് അത് സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എന്നുള്ളതിന് കാരണം ഞാൻ ഈ ട്രെയിനിങ്ങിലൂടെ വ്യക്തമാക്കി തരാം.
നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാലും നിങ്ങളുടെ മൈൻഡിന് ഒരു ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ, ഒരു എനർജി കൊടുത്ത് അതിനെ ഫീൽ ചെയ്യുവാൻ, അതിനെ ആസ്വദിക്കുവാൻ, അതിനെ അനുഭവിക്കുവാനായിട്ട് ട്രെയിൻ ചെയ്തില്ലെങ്കിൽ, അതുപോലെ തന്നെ അതിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അബണ്ടൻസ് അട്രാക്ഷൻ നടക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അബണ്ടൻസ് മെഡിറ്റേഷൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് വരുന്നത്. നിങ്ങൾ ചിന്തിച്ചിരിക്കുക മാത്രമല്ല സമൃദ്ധിയെക്കുറിച്ച്, അത് നിങ്ങളുടെ മൈൻഡിന് ഒരു എനർജി അലൈൻമെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാം ആക്കി നിങ്ങൾ ചെയ്യണം. അതിലൂടെ ആ സമൃദ്ധിയെ ഫീൽ ചെയ്യാൻ, അനുഭവമാക്കുവാൻ, അതിനെ പൂർണ്ണമായും വിശ്വസിക്കുവാൻ, അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി കടന്നു വരുവാൻ, അട്രാക്റ്റ് ചെയ്യുവാൻ ഇടയായിത്തീരും. ഇനി വളരെ സിമ്പിളായിട്ട് ഒരു വൺ വേർഡിലാണ് വാട്ട് ഈസ് അബണ്ടൻസ് മെഡിറ്റേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്രകാരം പറയാം: അബണ്ടൻസ് മെഡിറ്റേഷൻ ഈസ് റീപ്രോഗ്രാമിംഗ് യുവർ മൈൻഡ് ടു റിസീവ് മോർ ഇൻ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി ലഭിക്കുന്നതിന് നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്ന ഒന്നാണ് അബണ്ടൻസ് മെഡിറ്റേഷൻ. നിങ്ങൾ പല പരസ്യങ്ങൾ കണ്ടു കാണാം, റീപ്രോഗ്രാമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, മൈൻഡ് റീപ്രോഗ്രാമിംഗ്, മൈൻഡ് ബൂസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം പേരിലെല്ലാം കിട്ടുന്നത് സിമിലർ ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് അത് തന്നെയാണ് ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതും. നമ്മുടെ സെഷനിൽ അവസാനമായിട്ട് നമുക്ക് ഈ അബണ്ടൻസ് മെഡിറ്റേഷൻ പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോയിക്കോട്ടെ, ധാരാളം ഒന്ന് പറഞ്ഞിട്ട് വേണം ഇത് നിർത്താൻ. എങ്ങനെയാണ് അബണ്ടൻസ് മെഡിറ്റേഷൻ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഡ്യൂറിങ് അബണ്ടൻസ് മെഡിറ്റേഷൻ നിങ്ങൾ നിങ്ങളെ തന്നെ ശാന്തമാക്കും. കാം യുവർ മൈൻഡ് ത്രൂ ബ്രീത്തിങ്. ശ്വാസക്രമത്തിലൂടെ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ശാന്തമാക്കുന്നു. രണ്ടാമത്തെ, വിഷ്വലൈസ് എ ലൈഫ് ഫുൾ ഓഫ് സക്സസ് ആൻഡ് പ്രോസ്പെരിറ്റി. വളരെ വിജയകരമായ, വളരെ സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതത്തെ നിങ്ങൾ ദർശിക്കും, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യും. 3, നിങ്ങൾ നന്ദിയെ അറിഞ്ഞ് അനുഭവിച്ച് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കും. പലപ്പോഴും നന്ദി പ്രകടിപ്പിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറില്ല. നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് അറിയില്ല. നമ്മൾ പറയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു എന്നെല്ലാം പറയും, ഇല്ലേ? അർഹതയില്ലാത്തത് നമുക്ക് അർഹതയില്ലാത്തവിടത്ത് വലിയ സമ്മാനം നമുക്ക് ലഭിച്ചാൽ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്ന അനുഭവങ്ങളുണ്ട്. അതേ അനുഭവങ്ങൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് നന്മ സ്വീകരിച്ചുകൊണ്ട്, വിഷ്വലൈസ് ചെയ്തുകൊണ്ട്, നമ്മളിൽ നിന്ന് ആ ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഫീലിംഗ്, ആ ഇമോഷൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡായി, നന്ദിയായി പുറത്തു കൊണ്ടുവരണം. അതൊരു ട്രെയിനിങ് ആണ്. വെറുതെ ഐ താങ്ക് യു, എനിക്ക് നന്ദിയുണ്ട് എന്ന് പറഞ്ഞു പോകുന്നത് വെർബലാണ്. പക്ഷെ അത് ഇമോഷനിൽ വരണം, അത് നിങ്ങളുടെ ഫീലിംഗ് ആയിട്ട് മാറ്റണം. അത് ഈ മെഡിറ്റേഷൻ കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകും. മറ്റൊന്നാണ്, എല്ലാ വിധത്തിലുള്ള നെഗറ്റീവ് ബിലീഫുകൾ, എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് വിശ്വാസങ്ങളെയും എംപവറിങ് പോസിറ്റീവ് ബിലീഫ്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഇത്രയും കാര്യങ്ങളിലൂടെയാണ് അബണ്ടൻസ് മെഡിറ്റേഷൻ വർക്ക് ചെയ്യുന്നത്, പ്രാവർത്തികമാവുന്നത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്യുകയും നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ തോട്ട്സും ഏകീകരിക്കപ്പെടുകയും ഏകഭാവം വരികയും ചെയ്യും. നിങ്ങളുടെ മൈൻഡിൽ എന്താണുള്ളത് അത് തന്നെയായിരിക്കും നിങ്ങളുടെ തോട്ട് ഫോമുകളാകുന്നത്. അത് രണ്ടും തന്നെ വളരെ ഐക്യമായിരിക്കും. അത് ഒരിക്കലും കോൺട്രഡിക്റ്റഡ് ആവില്ല. അത് തമ്മിൽ ഒരിക്കലും വൈരുദ്ധ്യമാകാതെ അത് ഏകഭാവത്തിൽ വരികയും ആ ഏകഭാവം നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമുള്ളത് അതിനെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. കൂടുതൽ വിശദമാക്കി വരാം. ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, പക്ഷേ ഞാനത് വിശദമാക്കി കൊണ്ടുവരാം. ഇനി എന്താണ് വാട്ട് ഇറ്റ് ഹെൽപ്സ് യു അട്രാക്റ്റ്? എന്തെല്ലാമാണ് അട്രാക്റ്റ്? നമ്മൾ പറഞ്ഞു നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ ആവശ്യമുള്ളതിനെ നമ്മുടെ മൈൻഡ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ തോട്ട്സും ആയിട്ട് അലൈൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തെല്ലാം നമുക്ക് സഹായകരമാവും, അട്രാക്റ്റ് ചെയ്യാൻ, ആകർഷിക്കാൻ സഹായകമാവുന്ന കാര്യങ്ങൾ? 1,
ഫിനാൻഷ്യൽ ഗ്രോത്ത്, സാമ്പത്തികമായ വളർച്ച. രണ്ടാമത് കരിയർ ഗ്രോത്ത്, നമ്മുടെ ഔദ്യോഗിക മണ്ഡലങ്ങൾ, നമ്മുടെ ബിസിനസ് മണ്ഡലങ്ങളിലെല്ലാം ഉള്ള നമ്മുടെ കരിയറിന്റെ വളർച്ച, നമ്മുടെ ഉയർച്ചകൾ. ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, വളരെ നല്ല അവസരങ്ങൾ. സമാധാനവും സന്തോഷവും. ഹെൽത്തി റിലേഷൻഷിപ്പ്, ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ. പലപ്പോഴും പല ബന്ധങ്ങളും അനാരോഗ്യകരമായതുകൊണ്ടാണ് പലപ്പോഴും സമൃദ്ധി വിട്ടുപോകുന്നത്. അതുകൊണ്ട് എപ്പോഴും ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാകുവാൻ സൂക്ഷിക്കണം, അതിനെ പരിപാലിക്കണം. അതിനെ അട്രാക്റ്റ് ചെയ്യേണ്ട ഒന്നാണ് പലപ്പോഴും വിട്ടുപോകുന്നത്. നമ്മൾ ഒരിക്കലും സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ല. നമ്മൾ പരസ്പരം ബന്ധിക്കപ്പെട്ടും ബന്ധപ്പെട്ടും സഹായിച്ചും സഹായം സ്വീകരിച്ചുമാണ് വളരുന്നത്. അപ്പോൾ നമുക്ക് നല്ല ബന്ധങ്ങൾ, ഹെൽത്തി, ആരോഗ്യകരമായ, ഗുണകരമായ ബന്ധങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് അത് നമ്മുടെ വളർച്ചയെ, സമൃദ്ധിയെ നയിക്കുകയുള്ളൂ. അപ്പോൾ ആരോഗ്യകരമായ നല്ല ബന്ധങ്ങൾ വരാനായിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടണം. നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല ബന്ധങ്ങൾ, നല്ല വ്യക്തിത്വങ്ങൾ കടന്നു വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകാൻ അട്രാക്റ്റ് ചെയ്യണം, കരിയർ സക്സസ്സുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടണം, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, വളരെ നമുക്ക് അനുകൂലമായ അവസരങ്ങൾ നമുക്ക് ലഭിക്കുവാനായിട്ട് നമ്മൾ അതിനെ ആകർഷിക്കണം. മറ്റൊന്ന്, സമാധാനവും സന്തോഷവും വേണം. എല്ലാം ഉണ്ടായാലും സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ വീണ്ടും എല്ലാം താളം തെറ്റും. അപ്പോൾ സമൃദ്ധിയുടെ ഉദ്ദേശങ്ങളിൽ തുടക്കം പറഞ്ഞു എന്തെല്ലാമാണ് സമൃദ്ധി എന്നുള്ളത്. അതിനെല്ലാം ആകർഷിക്കണം. ഇനി ഇതിന്റെ സയൻസ് എന്താണ്? ഇതിൽ എന്തെങ്കിലും സയന്റിഫിക് എവിഡൻസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഇമാജിനേഷനും റിയാലിറ്റിയും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള കഴിവില്ല. സബ് കോൺഷ്യസ് മൈൻഡിന് റീസൺ ചെയ്യാൻ, കോൺഷ്യസ് മൈൻഡ് പോലെ ലോജിക്കൽ മൈൻഡായിട്ട് തിങ്ക് ചെയ്യാൻ സബ് കോൺഷ്യസ് മൈൻഡിന് കഴിവില്ല. സബ് കോൺഷ്യസ് മൈൻഡിന് വാട്ട് ഈസ് ഇമാജിനേഷൻ, വാട്ട് ഈസ് റിയാലിറ്റി എന്നുള്ള വ്യത്യാസങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് കാര്യം പ്രസ്താവിക്കുകയും അതിനെ വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ മസ്തിഷ്കം അത് സംഭവിക്കുവാനായിട്ട് അത് പ്രവർത്തിക്കും. അതിൻ്റെ അൽഗോരിതം ഞാൻ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ്, എനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ത്രൂ ഇന്റർനെറ്റ്, നിങ്ങൾ ഒരു വേർഡ് സെർച്ച് ചെയ്താൽ പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ വേർഡിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരാൻ തുടങ്ങും. അതിൻ്റെ പരസ്യങ്ങൾ, അതിൻ്റെ റീലുകൾ, അതിൻ്റെ വെബ്സൈറ്റുകൾ എല്ലാം നിങ്ങൾ ഒരു സെർച്ചും ചെയ്യാതെ നിങ്ങളിലേക്ക് ഒഴുകി വരാൻ തുടങ്ങും. അതാണ് അൽഗോരിതം. നിങ്ങളുടെ സെർച്ച് വേർഡ് കൊണ്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണത്. ഇതേ പ്രോഗ്രാം തന്നെയാണ് നിങ്ങളുടെ ബ്രെയിൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു വീട് വാടകയ്ക്ക് വേണം. നിങ്ങൾ അത് ആഗ്രഹിച്ച് നിങ്ങൾ അതിനെ നോക്കി നടന്നാൽ പിന്നെ നിങ്ങൾ കാണുന്ന എല്ലാം ടുലെറ്റ് ബോർഡുകളായിരിക്കും. ആ ടുലെറ്റ് ബോർഡുകൾ നിങ്ങൾക്ക് വളരെയധികം നോട്ടീസ് ചെയ്യാൻ സാധിക്കും. എവിടെ നോക്കിയാലും, ഏത് ക്രൗഡിൽ പോയാലും, ഏത് സ്ഥലത്ത് സഞ്ചരിക്കുമ്പോഴും നിങ്ങൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും, അവിടെ ഒരു ടുലെറ്റ് ബോർഡ് ഉണ്ട്, അവിടെ ഒരു ടുലെറ്റ് ബോർഡ് ഉണ്ട്. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ബോർഡും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നില്ല. ആ ബോർഡുകളെല്ലാം നിങ്ങൾ കണ്ടാലും നിങ്ങളുടെ ബ്രെയിൻ അതിനെ റീഡ് ചെയ്യില്ല, അതിനെ അട്രാക്ട് ചെയ്യില്ല, അതിനെ സ്വീകരിക്കില്ല. സ്വീകരിക്കുക ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ നോക്കുന്നത് എന്താണ്? വീട് വാടകയ്ക്ക്. അപ്പൊ വീട് വാടകയ്ക്ക് കൊടുക്കപ്പെടും എന്നുള്ള ബോർഡ് എവിടെ കണ്ടാലും, എത്ര ദൂരത്താണെങ്കിലും നിങ്ങളുടെ ഐ ഏരിയയിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ കണ്ണ് അവിടേക്ക് പോകും, ആ ബോർഡ് കാണും. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാറുണ്ട്. ചെരുപ്പ് കുത്തി എത്ര പേഴ്സണാലിറ്റിയോ സൗന്ദര്യമുള്ള വ്യക്തിയോ തൻ്റെ മുമ്പിൽ കൂടി കടന്നു പോയാലും അദ്ദേഹം മുഖം നോക്കില്ല, അദ്ദേഹം നോക്കണ ചെരുപ്പാണ്. പൊട്ടിയ ചെരുപ്പാണെങ്കിൽ അയാൾ വിളിക്കും, നല്ല ചെരുപ്പാണെങ്കിൽ അയാൾ മൈൻഡ് ചെയ്യില്ല. കാരണം അയാളുടെ ആവശ്യം പൊട്ടിയ ചെരുപ്പ് നന്നാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന ചില കമാൻഡുകളാണ്, ചില നിർദ്ദേശങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ ഗ്രോത്ത്, കരിയർ സക്സസ്, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, പീസ് ആൻഡ് ഹാപ്പിനെസ്, ഹെൽത്ത് റിലേഷൻഷിപ്പ് എന്നുള്ളതിൻ്റെ വിഷ്വലൈസേഷൻസ് കൊടുക്കുമ്പോൾ
നമ്മുടെ ബ്രെയിൻ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ റിയൽ ആക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും. ഇനിയും താഴത്തേക്ക് ഞാൻ അതിനെ വിശദമാക്കി കൊണ്ടുവരിക. നമ്മൾ എന്താണ് വളരെ ശക്തമായിട്ട് ഫീൽ ചെയ്യുന്നത്, അനുഭവിക്കുന്നത്, അതാണ് വളരെ എളുപ്പത്തിൽ അട്രാക്ട് ചെയ്യപ്പെടുന്നത്. വാട്ട് യു ഫീൽ ഡീപ്ലി യു അട്രാക്ട് ഈസിലി. പല വ്യക്തികളും എപ്പോഴും വേദനകളാണ് ഫീൽ ചെയ്യാറ്. അവരുടെ വാക്കുകളിൽ, അവരുടെ മുഖഭാവത്തിൽ, അവരുടെ സംസാരത്തിൽ, അവരുടെ ഇടപാടുകളിലൊക്കെ ഒരു സാഡ്നെസ്, ഒരു ശോകം, ഒരു ദുഃഖത്തിന്റെ ഒരു അവസ്ഥ എപ്പോഴും അവർ കാണിച്ചാൽ അവരെന്താണ് അട്രാക്ട് ചെയ്യുന്നത്? അവർ വളരെ എളുപ്പത്തിൽ ദുഃഖമുണ്ടാകാനുള്ള വീണ്ടും സാഹചര്യങ്ങളെ, ആ ദുഃഖത്തിന്റെ അവസ്ഥകളെ തന്നെ അട്രാക്ട് ചെയ്യാണ്. അപ്പൊ അവർ കരയില്ല. അതാണ് ഇതിന്റെ കീ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. വാട്ട് യു ഫീൽ ഡീപ്ലി, വളരെ ശക്തമായിട്ട് നിങ്ങൾ എന്താണ് അനുഭവപ്പെടുന്നത്, അതിനെ വീണ്ടും വീണ്ടും നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. വളരെ എളുപ്പത്തിൽ അത് നിങ്ങളിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അത് ഒരു ഫാക്റ്റാണ്, ഒരു വസ്തുതയാണ്. അപ്പോൾ അതേ വസ്തുത വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ട്രെയിൻ ചെയ്തുകൊണ്ട് വേദനയ്ക്ക് പകരം ജോയ് നിങ്ങൾ ഫീൽ ചെയ്താൽ, സന്തോഷം അനുഭവിച്ചാൽ, സന്തോഷമുള്ള വാക്കുകൾ പറഞ്ഞാൽ, സന്തോഷത്തെ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് കണ്ടെത്തുമ്പോൾ നിങ്ങളിലേക്ക് എന്ത് വരും? വളരെ ഈസി ആയിട്ട് എപ്രകാരമാണ് ദുഃഖ സാഹചര്യങ്ങൾ വന്നത്, അതേപോലെ തന്നെ പിന്നെ വരുന്നത് നിങ്ങൾ വളരെ ഡീപ്ലി ജോയ് നിങ്ങൾ ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ ആ സന്തോഷം നിങ്ങളിലേക്ക് വരും. അതിനുവേണ്ടി ബ്രെയിൻ നിങ്ങളെ തന്നെ സജ്ജമാക്കും. അതിനുള്ള സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടു വീട് വാടകയ്ക്കുണ്ട് എന്ന് അന്വേഷിച്ച് നടക്കുന്ന നിങ്ങൾ അത് തന്നെ കാണാം. അതിൻ്റെ അപ്പുറത്ത് വലിയ സിനിമയുടെ പരസ്യം വരും, വലിയ രാഷ്ട്രീയക്കാരന്റെ ഫോട്ടോ ഒന്നും, ഇതൊന്നും നിങ്ങൾ കാണില്ല. ചിലർ ചോദിക്കും അതിന്റെ തൊട്ടപ്പുറത്തായിരുന്നു എൻ്റെ കട, അതിന്റെ പരസ്യം വളരെ വലുതാണല്ലോ, നീ കണ്ടില്ല? ഞാൻ കണ്ടില്ല, ഞാൻ അവിടെ ഒരു വീട് വാടകയ്ക്കുള്ള കണ്ടെന്ന് പറയും. അതിന്റെ കാരണം നമ്മുടെ ബ്രെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യുന്നത് എന്താണ് നമ്മൾ വിഷ്വലൈസ് ചെയ്തത്, എന്താണ് നമ്മുടെ ആഗ്രഹം, എന്തിനെയാണ് ഞാൻ തേടുന്നത്, എന്താണ് ഞാൻ അഫർമേഷനായിട്ട് എനിക്കൊരു വീട് വേണം, എത്രയും പെട്ടെന്നൊരു വീട് കണ്ടെത്തണം എന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്ന മന്ത്രിക്കുന്ന വാക്കുകളുടെ ശക്തി ഫോക്കസ് ആയിട്ട് പോകുന്നത് ടു ബോർഡിലേക്ക് മാത്രമായിരിക്കും. ഇനി നമുക്കതിൻ്റെ ചെറിയ ഒരു 2 മിനിറ്റ് എക്സാമ്പിൾ, ഒരു ഗ്ലിംസ് ഓഫ് മെഡിറ്റേഷൻസ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒന്ന് കണ്ണടയ്ക്കാം. എല്ലാവർക്കും ഒന്ന് കണ്ണടച്ച് ഒരു നിമിഷം നിങ്ങൾക്കൊന്ന് കണ്ണടച്ചിരിക്കാം. നിങ്ങളൊന്ന് ശ്വാസം വലിക്കുക. നിങ്ങൾ നടുവൊക്കെ നിവർത്തിയിരുന്നു കൊണ്ട് നിങ്ങൾ ദീർഘമായിട്ടൊന്ന് ശ്വാസം വലിച്ച് ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം മാത്രം എടുത്ത് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജസ്റ്റ് ഒരു 1-2 സെക്കൻഡ്സിൽ നമുക്കിത് ഒന്ന് നോക്കാം. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുന്നത് ഔട്ടർ വേൾഡിനെ നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യുന്നു, ഇന്നർ വേൾഡിലേക്ക് വരുന്നു. നിങ്ങൾ എന്ന് പറയുന്ന ആ പരമമായ സത്യത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുന്നു, കൂടെ എൻ്റെ ശബ്ദം മാത്രം കേൾക്കുക. ശ്വാസം ദീർഘമായിട്ടെടുക്കുക, വളരെ സാവധാനം പുറത്തേക്ക് വിടുക. ശ്വാസം ദീർഘമായിട്ടെടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? പണം കാണുക. മനസ്സിൽ പണത്തിൻ്റെ നോട്ട് കെട്ടുകൾ, സ്വർണ്ണ നാണയങ്ങൾ, സ്വർണ്ണ കട്ടികൾ, വെൽത്ത്, പണത്തെ കാണുക. ഒരുപക്ഷെ അത് ഡോളർ ആയിരിക്കാം, ദിറംസ് ആയിരിക്കാം, ഇന്ത്യൻ റുപ്പീസ് ആയിരിക്കാം, മറ്റ് പല വിദേശ കറൻസികളായിരിക്കാം. നിങ്ങളുടെ അലമാരയിൽ മുഴുവൻ പണത്തിൻ്റെ ബണ്ടിലുകൾ, കെട്ടുകൾ അടക്കി വെച്ചിരിക്കുന്നത് കാണുക. നിങ്ങളുടെ മനോഹരമായ അലമാര നിങ്ങൾ തുറന്ന് കാണുന്നത് പണത്തിൻ്റെ കെട്ടുകൾ, വിവിധ രാജ്യത്തെ നോട്ട് കെട്ടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. സ്വർണ്ണ നാണയങ്ങൾ, സ്വർണ്ണ കട്ടികൾ, ധാരാളം ഓർണമെന്റ്സ്, ധാരാളം ജ്വല്ലറീസുകൾ, ഡയമണ്ട്സുകൾ, രത്നങ്ങൾ, വില കൂടിയെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. യു ക്യാൻ വിഷ്വലൈസ് യുവർ സക്സസ്. നിങ്ങളുടെ വിജയങ്ങൾ, നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്നത്, നിങ്ങളുടെ ബിസിനസ്സിലൂടെ നിങ്ങൾ ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നത്, നിങ്ങളുടെ ബാങ്ക് ബാലൻസിന്റെ എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. വളരെ വലിയ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ കാണുന്നു. നിങ്ങളുടെ ധാരാളം പ്രോപ്പർട്ടി ഡീഡുകൾ നിങ്ങൾ കാണുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന
ഒരു വികാരമുണ്ട്. അതിൻ്റെ പേരാണ് ഹാപ്പിനെസ്, ഒരു സന്തോഷം. ഇതെല്ലാം നിങ്ങൾ ഭാവനയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട്, നിങ്ങളിലേക്ക് ഒഴുകി എത്തുന്ന ഒരു സന്തോഷം, ഒരു സമാധാനം. ആ സമാധാനത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നന്ദി പുറത്തോട്ട് വരണം, ഗ്രാറ്റിറ്റ്യൂഡ്. ഇതെല്ലാം സമ്പാദിക്കുവാൻ, ഇതെല്ലാം സ്വീകരിക്കുവാൻ, ഇതിനെല്ലാം എന്നെ യോഗ്യനാക്കിയ പ്രപഞ്ചത്തിനോട്, അതോടൊപ്പം അതിന് സഹായികളായ മറ്റു വ്യക്തികൾ അനവധി, അവരോടെല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മൾ നന്ദി പറയുന്നത്. അത് അനദർ ഒരു ഫീലിംഗ്. ഹാപ്പിനെസ് എങ്ങനെ ഒരു ഫീലിംഗ് ആയി നിങ്ങളിലേക്ക് വന്നോ, അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു ഫീലിംഗ് ആയിട്ട് പുറത്തേക്ക് ഒഴുകുന്നതും നിങ്ങൾ അനുഭവിക്കണം. നന്ദി നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് പോകുന്നത് നിങ്ങൾ അനുഭവിക്കണം. അതേ സമയത്ത് നിങ്ങൾ വാക്കുകൾ കൊണ്ട് പറയണം. ഇപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾക്ക് പറയാം, ഐ ആം ഓപ്പൺ ടു റിസീവ് അൺലിമിറ്റഡ് അബണ്ടൻസ്. ഞാനിപ്പോൾ അളവില്ലാത്ത സമൃദ്ധി സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞാൻ തുറന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരുക്കമായിട്ടിരിക്കുന്നു. അളവില്ലാത്ത സമൃദ്ധി എന്നിൽ സ്വീകരിക്കാൻ ഞാനിപ്പോൾ ഒരുക്കമായിരിക്കുന്നു. ഇത് നിങ്ങൾ ഏറ്റുപറയുക. ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിൾ, വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വളരെ ഈസി മെത്തേഡായിട്ടുള്ള അബണ്ടൻസ് മെഡിറ്റേഷൻ്റെ ഒരു ഗ്ലിംസ്, ഒരു ചെറിയ ഒരു അനുഭവം മാത്രമാണെന്ന് പറഞ്ഞത്. നമ്മൾ ലേറ്റർ വലിയ ഒരു ഭാഗം നമ്മൾ ചെയ്യും. എന്താണ് ഈ ക്ലാസ്സിൽ, ഇത് അവയർനെസ് ക്ലാസ് ആയതുകൊണ്ട് എന്താണെന്നുള്ളതിനെ ഒന്ന് ഫലിപ്പിച്ചു പോകുന്നു. ഓർമ്മിക്കുക, അബണ്ടൻസ് മെഡിറ്റേഷൻ ഈസ് നോട്ട് മാജിക്. ഇതൊരു മാജിക് അല്ല എന്നുള്ള കാര്യം നോക്കുക. ഇറ്റ് ഈസ് എ പവർഫുൾ ഇന്നർ അലൈൻമെന്റ് പ്രോസസ്. നമ്മുടെ ഉള്ളിൽ തന്നെ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ്. ശക്തിമായ, വളരെ പവർഫുള്ളായ ഒരു അലൈൻമെന്റ്. നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ നമ്മളിലേക്ക് കടന്നു വരാൻ, ഒരു ചാലകമാകാൻ നമ്മളെ തന്നെ സജ്ജമാക്കുന്ന, വളരെ ശക്തമാക്കുന്ന ഒരു പാത്ത്, ഒരു റൂട്ട്, ഒരു വഴി ഉണ്ടാക്കുന്നത് പോലെയുള്ള അലൈൻമെന്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അബണ്ടൻസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായ ഒരു ആക്ഷനാണ്. വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിലൊരു ആക്ഷൻ ഉണ്ട്, ഫെയ്ത്തിൽ ഒരു ആക്ഷൻ ഉണ്ട്, ബിലീഫിൽ ഒരു ആക്ഷൻ, അഫർമേഷനിൽ ഒരു ആക്ഷൻ. ഇതെല്ലാം ആക്ഷനാണ്, ഒരു പ്രവൃത്തിയാണ്. അതെല്ലാം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് അടുപ്പിക്കുന്ന, ഏകീകരിക്കുന്ന ഒന്നായിട്ടാണ് ഒരു പ്രോസസ്സായിട്ടാണ് ഇത് മാറ്റപ്പെടുന്നത്. ഓക്കെ, ഇനി എൻ്റെ പരസ്യത്തിൽ 4 കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് ഓർക്കുന്നതെന്ന് അറിയില്ല. എൻ്റെ പ്രോമിസ് ആണ് ഈ ക്ലാസ്സിൽ വന്ന 4 കാര്യങ്ങൾ. അതിൽ ഒന്ന്, ഹൗ ടു ആക്ടിവേറ്റ് അബണ്ടൻസ് എനർജി. സമൃദ്ധിയുടെ ഊർജത്തെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം. നമ്മൾ പഠിച്ചു ഏകദേശം വരികയാണ്. അബണ്ടൻസ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഒരു സ്റ്റേറ്റ് ഓഫ് ഓപ്പൺനെസ്, ഒരു സ്റ്റേറ്റ് ഓഫ് വർത്തിനെസ് ആൻഡ് എ ഫ്ലോ, ഒരു ഒഴുക്ക്, ജീവിതത്തിന്റെ ഒഴുക്ക്, ആരോഗ്യപരമായ, സമാധാനപരമായ, സന്തോഷപരമായ, വളരെ ഊഷ്മളമായ ബന്ധങ്ങളുള്ള, സാമ്പത്തികമായ എല്ലാം നമുക്ക് ഒരു ഒഴുക്കായി, ജീവിതത്തിൽ ഒരു ഒഴുക്കെന്നാണ് അതിനെ പറയുന്നത്. അതുപോലെ തന്നെ വർത്തിനെസ്, യോഗ്യത, ഞാൻ അതിന് യോഗ്യനാണ്, യോഗ്യത ഉള്ളവനാണെന്നുള്ള ഉറപ്പ്. അതുപോലെ തന്നെ ഓപ്പൺനെസ്, ഞാൻ അതിനായി തുറന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതാണ് നമ്മുടെ ഒരു ഇന്നർ സ്റ്റേറ്റ് ആയിട്ട് മാറേണ്ടത്. ഇതാണ് അബണ്ടൻസ് എനർജി. ഇതിനെ തടസ്സപ്പെടുത്തുന്ന മറ്റൊരു എനർജി ഉണ്ട്. ആ എനർജികളെയാണ് പറയുന്നത് ഫിയർ, ഗിൽറ്റ്, ഷെയിം, ലാക്ക് തിങ്കിങ്. കുറവ് ചിന്തിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും കുറവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും കുറ്റബോധത്തെക്കുറിച്ച്, അയ്യോ അത് ചെയ്തത് അപകടമായി പോയി, അയ്യോ അത് ആപത്തായി പോയി, അയ്യോ ആ മണ്ടത്തരം ഞാൻ ചെയ്തു എന്ന് പറയുന്ന സ്വയം വർത്തിനെസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെൽഫ് പിറ്റി, സെൽഫ് കേഴ്സിങ്, അതൊരു കുറ്റബോധത്തിൽ വരുന്നു.
അതുപോലെ തന്നെ ഫിയർ, വീണ്ടും ചെയ്യാൻ ഭയം, ഇൻവെസ്റ്റ് ചെയ്യാൻ ഭയം, ആരെങ്കിലും വിശ്വസിക്കാൻ ഭയം, ഒരു ബിസിനസ് പ്ലാൻ ഷെയർ ചെയ്യാൻ ഭയം, ഒരു ബിസിനസ് തുടങ്ങാൻ ഭയം, ഭയത്തിൽ അധിഷ്ഠിതമായി, കുറ്റബോധത്തിൽ അധിഷ്ഠിതമായി. അതുപോലെ തന്നെ ലാക്ക് തിങ്കിങ്, നമ്മുടെ പരിമിതികളെ കുറിച്ച് മാത്രം ഓർക്കുന്നവനായിട്ടിരിക്കുമ്പോൾ അബണ്ടൻസ് എനർജി അവിടെ ബ്ലോക്കായി പോവുകയാണ്, അവിടെ തടസ്സമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ യു ഡോണ്ട് അട്രാക്ട് വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അതിനല്ല അട്രാക്ട് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് യു അട്രാക്ട് വാട്ട് യു ആർ അലൈൻഡ് വിത്ത്. നിങ്ങൾ എന്തിലേക്കാണ് അലൈൻഡ് ആയിട്ടിരിക്കുന്നത്, ഏകീഭാവം വരുന്നത്, ഏതിലേക്കാണ് നിങ്ങൾ സമന്വയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങളാണ് വരുന്നത്. കുറെ പണം വേണം പണം വേണമെന്ന് പറഞ്ഞാൽ പണം വരാത്തതിന്റെ രഹസ്യം മനസ്സിലായി. ലോ ഓഫ് അട്രാക്ഷൻ പലയിടത്തും പരാജയമാകുന്നതിന്റെ കാരണങ്ങൾ ഇതാണ്. നമ്മൾ അട്രാക്ട് ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ അലൈൻഡ് ആയിരിക്കുന്നത് അതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, വാട്ട് യു ഫീൽ ഡീപ്ലി മേ അട്രാക്ട് ഈസിലി. അതാണ് പ്രിൻസിപ്പിൾ. നിങ്ങൾ എന്താണ് വളരെ ശക്തമായിട്ട് അനുഭവിക്കുന്നത് അത് നിങ്ങളിലേക്ക് പെട്ടെന്ന് ഒഴുകിയെത്തും, അട്രാക്ട് ചെയ്യപ്പെടും. നിങ്ങൾ ഗിൽറ്റ്, ഫിയർ, ഷെയിം, അതുപോലെ ലാക്ക് തിങ്കിങ്, ഇപ്രകാരമുള്ള നെഗറ്റീവ് വശങ്ങളിലാണെങ്കിൽ അതാണ് വളരെ ശക്തമായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുന്നതെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ നിങ്ങളിലേക്ക് വരും. അതേസമയം നിങ്ങൾ സ്റ്റേറ്റ് ഓഫ് ഓപ്പൺനെസ്, ഞാൻ എല്ലാം സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഐ ആം വർത്തി. അപ്പോൾ അവിടെ ഫിയർ, ഗിൽറ്റ് എല്ലാം പോയി കഴിഞ്ഞു. ദെൻ ഐ ആം എക്സ്പെക്ട് എ ഫ്ലോ, ജീവിതത്തിലേക്കുള്ള ഒഴുക്കിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതാണ് നമ്മളിലേക്ക് എളുപ്പത്തിൽ വരാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ എങ്ങനെയാണ് അബണ്ടൻസ് എനർജി ആക്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, നിങ്ങളിലുള്ള ഭയങ്ങളെ മാറ്റണം, നിങ്ങളിലുള്ള കുറ്റബോധത്തെ മാറ്റണം, നിങ്ങളിലുള്ള നാണക്കേടിനെ മാറ്റണം, നിങ്ങളിലുള്ള കുറവുകളെ നിങ്ങൾ ആ തിങ്കിങ് മാറ്റണം. ഓക്കെ, അതിൻ്റെ സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് വരാം. എന്താണ് നിങ്ങളോട് ഇപ്പൊ ചോദിച്ചാൽ, ഡു യു ഫീൽ ലാക്ക് ഓർ ഫ്ലോ ഇൻ യുവർ ലൈഫ്? ഇപ്പൊ നിങ്ങൾ കുറച്ച് പേര് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? പരിമിതികളാണോ അതോ ജീവിതത്തിന്റെ ഒഴുക്കാണോ? നിങ്ങളൊന്നും എന്നോട് ഇപ്പൊ പറയണ്ട, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? നിങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് എന്താണ്? രണ്ടാമത്തെ എനർജി റീസെറ്റ് പ്രാക്ടീസ് എന്നാണ് അതിനെ പറയുന്ന. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഞാൻ നേരത്തെ ചെയ്തതുപോലെ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. നമ്മൾ പ്രാക്ടീസ് ഇപ്പൊ ചെയ്യുന്നില്ല, നിങ്ങൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് പോവുക. കണ്ണുകൾ അടച്ച് ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഡീപ് ബ്രീത്തിങ് ചെയ്യുക. ഡീപ് ബ്രീത്തിങ് ചെയ്തതിന് ശേഷം നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കി നിങ്ങളിൽ ന്യൂട്രൽ പൊസിഷനിലേക്ക്, യാതൊരു തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളില്ലാതെ, അതാണ് കാംനെസ്. സ്നേഹവുമില്ല, ദേഷ്യവുമില്ല, പരാതിയുമില്ല, യാതൊരു ഭയവുമില്ല, ഒന്നുമില്ലാതെ നിങ്ങൾ വളരെ ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന അവസ്ഥ, അതാണ് കാം. നിങ്ങൾ കാമായി തീരാൻ ബ്രീത്തിങ് സഹായിക്കും. ധാരാളം ഓക്സിജൻ എടുത്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് കളയുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ധാരാളം ഓക്സിജൻ വരികയും നിങ്ങളിൽ എനർജി ഷിഫ്റ്റിംഗ് നടക്കുകയും ആ എനർജി നിങ്ങളെ കാമാക്കുവാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾ ആ ബ്രീത്തിങ്ങിൽ മാത്രം ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഒരു സ്വർണ്ണ പ്രകാശം. ഞാൻ ധാരാളം കാര്യങ്ങൾ പണത്തിനെയൊക്കെ കാണാൻ പറഞ്ഞ സ്ഥാനത്ത് ഒരു എളുപ്പമായിട്ട് പറയുന്നു. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന, സമ്പൽ സമൃദ്ധിയെ റെപ്രസെന്റ് ചെയ്യുന്ന കളർ പ്രകാശമാണ് ഗോൾഡൻ ലൈറ്റ്, സ്വർണ്ണപ്രഭ. അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് കാണുക. നമ്മൾ ചെയ്യുന്നത് എനർജി റീസെറ്റ് ആണ്. മേളിൽ പറഞ്ഞ നിങ്ങൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്നത് അടിസ്ഥാനമാക്കി നിങ്ങളുടെ ശരീരത്തെ, എനർജിയെ ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യുന്ന പ്രാക്ടീസ് ആണത്. ഇതിന്റെ വലിയ ഫോം നമുക്ക് പിന്നെ ചെയ്യാം. ഇതിന്റെ ചെറിയ ഒരു മോഡൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പറയുന്നു. ഈ ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന കണ്ടത് ശേഷം നിങ്ങൾ വാ തുറന്ന് പ്രസ്താവിക്കേണ്ട കാര്യമാണ്, ഐ റിലീസ് ഓൾ ബ്ലോക്സ് ടു അബണ്ടൻസ്. എന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും ഞാൻ അബണ്ടൻസിന് വേണ്ടി വിട്ടുകളയുന്നു. സമൃദ്ധിക്ക് വേണ്ടി എന്നിലുള്ള എല്ലാ ബ്ലോക്കുകളെയും ഞാൻ വിട്ടുകളയുന്നു അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നു. അത്രയും പറഞ്ഞാൽ മതി, ഒറ്റ സെന്റൻസ്.
ഐ റിലീസ് ഓൾ ബ്ലോക്സ് ടു അബണ്ടൻസ്. രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞു. മൂന്നാമത്തെ ഘട്ടം ഇമോഷണൽ ക്ലിയറിങ്. നിങ്ങളുടെ വൈകാരികമായ ഒരു ക്ലിയറിങ് ആവശ്യമാണ്. എന്താണ് വൈകാരികമായ ക്ലിയറിങ്ങുകൾ? ക്ലിയർ ചെയ്യേണ്ടത് 3 കാര്യങ്ങൾ: ഫിയർ, ഗിൽറ്റ്, പാസ്റ്റ് ഫെയിലിയേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ കഴിഞ്ഞ കാല പരാജയങ്ങൾ നിങ്ങൾ വിട്ടുകളയണം. അതിൻ്റെ ഇമോഷൻസ്, അതിൻ്റെ ട്രോമ നിങ്ങൾ വിട്ടുകളയണം. അതിൻ്റെ ഫിയർ, അതിൻ്റെ ഗിൽറ്റ് വിട്ടുകളയണം. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, അബണ്ടൻസ് മെഡിറ്റേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഇൻസ്ട്രക്ടറുടെ ആവശ്യമുണ്ട്. ആ ഇൻസ്ട്രക്ടർ നിങ്ങളെ ഗൈഡഡ് മെഡിറ്റേഷനിലൂടെ, ഇൻസ്ട്രക്ഷനിലൂടെ നിങ്ങളെ കൊണ്ടുപോയി പരിശീലിപ്പിച്ച് നിങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അതിലൂടെ നിങ്ങളുടെ ഫിയർ, നിങ്ങളുടെ ഗിൽറ്റ്, നിങ്ങളുടെ ഷെയിം, പാസ്റ്റ് ഫെയിലിയർ, ആ ട്രോമകൾ എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അബണ്ടൻസ് റിസീവ് ചെയ്യാൻ സാധ്യമാവും. പല ക്ലാസ്സുകളിലും ഈ ഇമോഷണൽ ക്ലിയറിംഗ് നടക്കാത്തതിലാണ് എത്ര വലിയ മഹാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം ഇതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ബ്ലോക്ക്ഡ് ഇമോഷൻസ് മീൻസ് ബ്ലോക്ക്ഡ് അബണ്ടൻസ്. നിങ്ങളിൽ കെട്ടി നിൽക്കുന്ന ഇമോഷൻസുകൾ, ഫിയർ ആയിട്ടും ഗിൽറ്റ് ആയിട്ടും ഷെയിം ആയിട്ടും പാസ്റ്റ് ഫെയിലിയേഴ്സ് ആയിട്ടും അതിൻ്റെ ട്രോമകളായിട്ടും അത് ബ്ലോക്ക്ഡ് ആയിട്ട് നിങ്ങളിൽ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുകയാണെങ്കിൽ സമൃദ്ധി കടന്നു വരികയില്ല. അപ്പോൾ അതിനെ ക്ലിയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിനൊരു ഹീലിംഗ് എന്നൊക്കെ ഞാൻ പറയാറ്. ഒരു സൗഖ്യമാക്കുന്ന ഒരു ക്ലെൻസിങ് പ്രോസസ് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ചെയ്താലാണ് അബണ്ടൻസ് ആകർഷിക്കപ്പെടുകയുള്ളൂ. നിങ്ങളിൽ വേദന, ഫിയറിനെ തന്നെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. കുറ്റബോധം, പരാജയബോധങ്ങളെ കൊണ്ടുവരും. ഇത് കളഞ്ഞുകൊണ്ട് യു ഹാവ് ടു റീസെറ്റ് ദ എനർജി. അതാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇമോഷണൽ ക്ലിയറിംഗ് കഴിഞ്ഞാൽ 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ ആണ്. ആക്ടിവേഷൻ എന്താ ചെയ്യുന്നത്? വാട്ട് യു ഫീൽ, വാണ്ട് ടു ഫീൽ, ജോയ്, ഗ്രാറ്റിറ്റ്യൂഡ്, റിസീവിങ് എനർജി. നിങ്ങളുടെ ശരീരത്തിലേക്ക് എനർജി വളരെ എക്സ്പീരിയൻഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും. എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്ത പലർക്കും അതറിയാം. ചൂടായിട്ടും തണുപ്പായിട്ടും ഇലക്ട്രിക് സ്പാർക്കുകളായിട്ടൊക്കെ എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യക്തമായിട്ട് വരുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കാം. യു ക്യാൻ ഫീൽ ഇറ്റ്. വളരെ പരിപൂർണമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ധാരാളം പേര് അത് അനുഭവിച്ചവർ ഈ ക്ലാസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട ഒരു വാക്യമാണ് നിങ്ങളുടെ വെർബൽ സൗണ്ടിൽ. അത് ഒരു അലൈൻമെന്റ് തന്നെയാണ്. നിങ്ങളുടെ വൈബ്രേഷൻസ്, നിങ്ങളുടെ ബോഡി വൈബ്രേഷൻസും അതോടൊപ്പം തന്നെ അലൈൻ ആകാനായിട്ട് പറയുന്നതാണ്. നിങ്ങൾ അതിനാണ് അഫർമേഷൻസ് എന്ന് പറയുക. നിങ്ങൾ പറയുന്ന ഒന്നാണ്, ഐ ആം എ മാഗ്നറ്റ് ഫോർ അബണ്ടൻസ്. ഞാൻ സമൃദ്ധിയെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്, ഒരു മാഗ്നറ്റ് ആണ്. അതൊരു സെൽഫ് വർത്തിനെസ് ആണ്, അതൊരു യോഗ്യതയാണ് അല്ലേ? കാന്തത്തിന്റെ യോഗ്യത എന്താ? അത് ഇരുമ്പ് കണ്ടാൽ ചാടിപ്പിടിക്കും. അതുപോലെ സമ്പൽ സമൃദ്ധി, സമാധാനമാകട്ടെ, ബന്ധങ്ങളിലാകട്ടെ, സന്തോഷത്തിലാകട്ടെ, ആരോഗ്യത്തിലാകട്ടെ, ധനത്തിലാകട്ടെ, ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യും? ചാടിപ്പിടിക്കും. ഒരു കാന്തത്തിനെ പോലെ ചാടിപ്പിടിക്കും. അതാണ് ആക്ടിവേഷൻ. അതിന്റെ ഉറപ്പ്, സെൽഫ് വർത്തിനെസ് വരികയാണ് അവിടെ. ഐ ആം വർത്തി, ഐ ആം എ മാഗ്നറ്റ്, ഐ ക്യാൻ അട്രാക്ട് അബണ്ടൻസ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഫെയ്ത്ത് ഈസ് എ ആക്ഷൻ. അപ്പോൾ അത് പ്രസ്താവിക്കണം. അത് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബോൾഡ്നെസ്, ഒരു ധൈര്യം, ഒരു ആർജവം, ഒരു ഉത്സാഹം, ഒരു സന്തോഷം വേണം. ഐ ആം എ മാഗ്നറ്റ് ഫോർ അബണ്ടൻസ്. അത് കേൾക്കുമ്പോൾ തന്നെ ആ വൈബ്രേഷൻസ് നിങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ അത് ഫെച്ച് ചെയ്യും അബണ്ടൻസിന്. ഈ പ്രപഞ്ചബോധത്തിൽ ധാരാളം, എത്രമാത്രം ധാരാളം എന്ന് പറഞ്ഞാലും തീരില്ല. പ്രപഞ്ചത്തിന്റെ സമ്പൽ സമൃദ്ധി എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് വെറുതെ ഇരുന്നൊന്ന് മണിക്കൂറുകൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരു അന്തവും കിട്ടില്ല. അപ്പൊ നിങ്ങൾക്കൊരു സന്തോഷം വരും. ആ വൈബ്രേഷൻസ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സമ്പൽ സമൃദ്ധികൾക്ക് ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻസിലേക്ക് നിങ്ങളുടെ ബോഡി എനർജി ഷിഫ്റ്റ് ആയി അത് അലൈൻഡ് ആകുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ വെറുതെ പറയുന്നതല്ല. അബണ്ടൻസ് മെഡിറ്റേഷൻ മാജിക് അല്ല, അത് വെറും വേർഡ്സ് അല്ല,
അത് ഒരു എനർജി ഷിഫ്റ്റിംഗ് ആണ്, അതൊരു അലൈൻമെന്റ് ആണ്, ഒരു ഏകീകരണമാണ് സമ്പത്തുമായി ഉള്ള ഊർജം. സമ്പത്തിന്റെ ഊർജവും എൻ്റെ ശരീരത്തിന്റെ ഊർജവും തമ്മിൽ ഒരു ഏകാത്മം വരണം. അപ്പോഴാണ് ഒഴുക്ക് വർദ്ധിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ 4 കാര്യങ്ങളിൽ ഒന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അടുത്തതാണ് പ്രൂവൻ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്. എന്താണ് ലോ ഓഫ് അട്രാക്ഷന്റെ ടെക്നിക് എന്നുള്ളതിന്റെ കാതലായ ഭാഗത്തേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ ആദ്യത്തെ പഠിച്ചതിന്റെ ഒരു കീ ലൈൻ പറഞ്ഞാൽ, അബണ്ടൻസ് ബിഗിൻ വെൻ യുവർ എനർജി ഷിഫ്റ്റ് ഫ്രം ഐ ഡോണ്ട് ഹാവ് ടു ഐ ആം റെഡി ടു റിസീവ്. എനിക്ക് ഇല്ല, എനിക്ക് പരിമിതികൾ എന്ന് പറയുന്ന എനർജിയിൽ നിന്ന് ഞാൻ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്ന എനർജിയിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്. സമൃദ്ധിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഐ ആം റെഡി ടു റിസീവ് എന്ന് പറയുന്ന ആ അളവിലേക്ക് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും ഉപബോധ മനസ്സിനെയും വിഷ്വലൈസേഷനെയും അഫർമേഷനിലൂടെയും നിങ്ങൾ ചെയ്യുന്ന ഒരു ഷിഫ്റ്റ്, എനർജി ഷിഫ്റ്റാണ്. മനസ്സിലായെന്ന് കരുതുന്നു. സംശയമുള്ളവരൊക്കെ എഴുതി വെക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ വീണ്ടും വിശദമാക്കാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ, ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുള്ളതുകൊണ്ട് ഞാനൊന്ന് സ്പീഡിൽ പോകാൻ ശ്രമിക്കുകയാണ്. ഇനി എന്താണ് കൺസെപ്റ്റ് ലോ ഓഫ് അട്രാക്ഷന്റെ? ലോ ഓഫ് അട്രാക്ഷന്റെ തോട്ട്സ് ഇതാണ്: തോട്ട്സ്, ഇമോഷൻസ്, വൈബ്രേഷൻ ഇൻ ടു റിയാലിറ്റി. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. എന്താണ്? അതുകൊണ്ടാണ് ചിന്തിക്കാൻ പറയുന്നത്. പക്ഷെ ഇവിടെ ചിന്തിക്കുമ്പോൾ ആ ചിന്തയുടെ ഒപ്പം ഇമോഷൻസ് ഉണ്ടാവണം. യു ഹാവ് ടു ഫീൽ ഇറ്റ് ഡീപ്ലി. ആ ചിന്തകളെ നിങ്ങളുടെ ഇമോഷൻസിൽ, ഞാൻ എൻ്റെ പണ്ടത്തെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, എവറി ഇമോഷൻ ആസ് എ ഫ്രീക്വൻസി, എനർജി ഫ്രീക്വൻസി, ഇറ്റ് ഈസ് മെഷറബിൾ. നമുക്ക് ഇന്ന് ഇമോഷൻസിന്റെ ഫ്രീക്വൻസികൾ എത്രയാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇന്ന് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതിന്റെ വൈബ്രേഷൻസ് ഉണ്ട്, അത് റിയാലിറ്റിയിലേക്ക്, മാനിഫെസ്റ്റേഷനിലേക്ക് നയിക്കും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്. ഇനി നമ്മുടെ ടെക്നിക്ക് നമുക്ക് പഠിക്കാം. ഫസ്റ്റ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞാൻ എപ്പോഴും ചോദിക്കും, യു ഹാവ് ടു സ്പെസിഫൈ വാട്ട് യു വാണ്ട് എക്സാക്ട്ലി. എന്താണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വേണ്ടത്? പലരോടും അബണ്ടൻസ്, സമൃദ്ധി വേണമെന്ന് ചോദിച്ചാൽ, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. കുറച്ച് പണം, കുറച്ച് നല്ല എൻ്റെ കടം മാറണം. നമ്മൾ വളരെ വേഗമായിട്ട്, അവ്യക്തമായിട്ടാണ് പറയുന്നത്. അവ്യക്തതയിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല. യു ഹാവ് ടു വെരി സ്പെസിഫിക്, യു ഹാവ് ടു വെരി ക്ലിയർ, എക്സാക്ട് നീഡ്, എക്സാക്ട് വാണ്ട്സ് നിങ്ങളത് പ്രസ്താവിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞാൽ, ഞാൻ ചോദിക്കുകയാണ് വാട്ട് യു വാണ്ട് എന്ന് ചോദിച്ചാൽ, പണം വേണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട് ആൻസർ. പക്ഷെ നിങ്ങൾക്ക് പറയാം, ഐ വാണ്ട് 10 lakh rupees, ഐ വാണ്ട് $1 million US dollar. അതാണ് എക്സാക്ട്. നിങ്ങൾക്കറിയാം, കറൻസി അറിയാം, അതിൻ്റെ വാല്യൂ അറിയാം, അത് എത്ര വേണമെന്ന് അറിയാം. അല്ലെങ്കിൽ എനിക്കൊരു പുതിയ വീട് സ്പെസിഫിക്, അല്ലെങ്കിൽ എനിക്കൊരു പുതിയ വാഹനം. ഇനി അതിന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയാം, എനിക്ക് 4 ബെഡ്റൂമുള്ള വാർക്ക വീട്, അതിൻ്റെ ചുമരുകൾ, അതിൻ്റെ കളറുകൾ, അതിൻ്റെ ഡിസൈൻ എല്ലാം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാറ്, അതിൻ്റെ ബ്രാൻഡ്, അതിൻ്റെ കളർ, അതിൻ്റെ ലക്ഷറി ഫീച്ചേഴ്സ് എല്ലാം ഇൻ ഡീറ്റെയിൽ, എക്സാക്ട്ലി വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതിൻ്റെ അതിൽ ലജ്ജ പാടില്ല, ഗിൽറ്റ് പാടില്ല, ഫിയർ പാടില്ല. യു ഹാവ് ടു തിങ്ക് ആൻഡ് സ്പെസിഫൈ, ദിസ് ഈസ് ഐ വാണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക, നിങ്ങൾക്ക് ടുലറ്റ് ബോർഡ്, എനിക്ക് വീട് ആവശ്യമുണ്ട് എന്ന് നോക്കിയാൽ നിങ്ങൾ ടുലറ്റ് ബോർഡുകൾ, വീട് വാടകയ്ക്കുള്ള ബോർഡുകൾ ധാരാളം കാണും. കാരണം യു ആർ സ്പെസിഫൈഡ് ഇൻ യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങൾക്കൊരു വീട് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് കാണുന്നത്. അതേപോലെ തന്നെയാണ്, അതേ ടെക്നിക്ക് തന്നെയാണ്, യു ഹാവ് ടു സ്പെസിഫൈ വാട്ട് യു വാണ്ട്. ഇതിനെയാണ് ക്ലാരിറ്റി ടെക്നിക് എന്ന് പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ക്ലാരിറ്റി വേണം, വ്യക്തത വേണം. അടുത്തതാണ് വിഷ്വലൈസേഷൻ ടെക്നിക്. അപ്പോൾ വളരെ ക്ലാരിറ്റി ഉണ്ടാകണം നിങ്ങളുടെ ആവശ്യമുള്ള കാര്യത്തിനെ കുറിച്ച്. ഇനി വിഷ്വലൈസേഷൻ. എന്താണ് വിഷ്വലൈസേഷൻ? എങ്ങനെയാണ് കാണേണ്ടത്? അതിനൊരു ഗൈഡൻസ് തരാം. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം
ക്ലിയർ ആയിട്ട് കാണണം. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ലക്ഷ്യം? നിങ്ങൾ മനോഹരമായ ഒരു വീട്ടിൽ താമസിക്കുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഭവനം വേണം. അടുത്ത വിഷ്വലൈസേഷൻ, ആ ഭവനത്തെ നിങ്ങൾ കാണണം. എപ്രകാരമുള്ള വീട് എന്നുള്ളത് നിങ്ങൾ യു ഹാവ് ടു സീ ഇറ്റ്. ദെൻ യു ആഡ് ദി ഇമോഷൻസ്. അത് കാണുമ്പോൾ ഉള്ള സന്തോഷം, അവിടെ നിങ്ങൾ ഭാര്യയും മക്കളും അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മയും മറ്റ് സഹോദരങ്ങളുമായിട്ട് നിങ്ങൾ ഭക്ഷണം ഷെയർ ചെയ്യുന്നത്, അവിടെ എൻജോയ് ചെയ്യുന്നത്, അവിടെ പാട്ട് പാടുന്നത്, അവിടുത്തെ ആഹ്ലാദത്തിന്റെ മൊമെന്റ്സിനെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? വിഷ്വലൈസ് ചെയ്ത് അതിനെ ഫീൽ ചെയ്യണം. അതിന്റെ ജോയ്, അതിന്റെ ആ സന്തോഷത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഫീൽ ദാറ്റ് മൊമെന്റം. നിങ്ങളുടെ വീട്ടിൽ ഈ റിയാലിറ്റി, ഞാൻ പറയും സബ് കോൺഷ്യസ് മൈൻഡിന് ഇമാജിനേഷനും റിയാലിറ്റിയും കമ്പയർ ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ നിങ്ങൾ കാണുന്നത് എല്ലാം തന്നെ സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് എ റിയൽ പിക്ചർ, ഇറ്റ്സ് എ റിയാലിറ്റി. ആ റിയാലിറ്റി നടക്കാനായിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ബ്രെയിനെ ഉപയോഗിക്കും. അതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ നിങ്ങൾ കാണേണ്ടത്, അതുകൊണ്ടാണ് ഇമോഷൻസ് നിങ്ങൾ ഫീൽ ചെയ്യണം. ആ ജോയ്ഫുൾ മൊമെന്റ്സ്, ആ ഹാപ്പിനെസ്, അതെല്ലാം നിങ്ങൾ വിഷ്വലൈസേഷൻ ആൻഡ് ആഡ് ടു ദ ഇമോഷൻസ്. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഇമോഷൻസ് ആഡ് ചെയ്തിട്ട് ആ ഇമോഷൻസ് ഫീൽ ചെയ്യണം. അതാണ് അബണ്ടൻസ് മെഡിറ്റേഷൻ. അതിൻ്റെ ഒപ്പം ചെയ്യണം, എന്ത് ചെയ്യണം? മേക്ക് ഇറ്റ് റിയൽ. അതിനെ യാഥാർത്ഥ്യ ബോധത്തിൽ കാണണം. ആ സമയത്ത് തന്നെ ഒരു നെഗറ്റീവ് തോട്ട് കൊണ്ടുവന്നിട്ട് അതിനെ സ്മാഷ് ചെയ്യരുത്, അതിനെ കൊല്ലരുത്, അതിനെ അബോർട്ട് ചെയ്യരുത്. അതൊരു കുഞ്ഞ് ഒരു ഉദരത്തിൽ ഉരുവാവുന്നത് പോലെയാണ്. യു ഹാവ് ടു ടേക്ക് കെയർ, ഇല്ലേ? ആ ശിശു ഭ്രൂണാവസ്ഥയിൽ വളരെയധികം ആ മാതാവ് സൂക്ഷിച്ചില്ലെങ്കിൽ അത് അബോർട്ടായി പോകും. സോ യു ഹാവ് ടു ബി ക്യാരി ഇറ്റ്, യു ഹാവ് ടു എൻജോയ് ഇറ്റ്, യു ഹാവ് ടു മേക്ക് ഇറ്റ് റിയൽ. അത്രയും അതിന് ഇമ്പോർട്ടൻസ്. ദാറ്റ് ഈസ് കോൾഡ് വർത്തിനെസ്. നിങ്ങൾ വെറുതെ ഒരു ദിവാസ്വപ്നം കണ്ടു പോകുന്നതല്ല. യു നോ വാട്ട് യു വാണ്ട്. So you are creating it, you are programming your subconscious mind to become a reality. Okay. ഇമോഷൻസിന് വളരെ രഹസ്യമായിട്ടുള്ള ശക്തികളുണ്ട്. ഇമോഷൻ ഈസ് ദ സീക്രട്ട് പവർ. ഇതിനുള്ള എല്ലാ പ്രേരക ശക്തിയായിട്ട് ഇമോഷൻസ് വർക്ക് ചെയ്യും. അത് ലോ കോൺഷ്യസ് എനർജികളും ഉണ്ട്, ഹയർ കോൺഷ്യസ് ഉണ്ട് ഇമോഷനിൽ തന്നെ. അതിനുള്ള ക്ലാസ്സുകൾ എപ്പോഴെങ്കിലും പിന്നീട് വിശദമാക്കാം. മൂന്നാമത്തെ ടെക്നിക്കാണ് അഫർമേഷൻ ടെക്നിക്. ക്ലാരിറ്റി ടെക്നിക്ക് കഴിഞ്ഞു, വിഷ്വലൈസേഷൻ ടെക്നിക്ക് കഴിഞ്ഞു, അതിനുശേഷം അഫർമേഷൻ ടെക്നിക്കിലേക്ക് കടന്നിരിക്കുന്നു. എന്ത് ചെയ്യണം? വളരെ ശക്തമായ അഫർമേഷൻസുകൾ നിങ്ങൾ പറയണം. എന്താ പറയേണ്ടത്? നിങ്ങൾ പറയുമ്പോൾ വളരെ ഷാർപ്പായി, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ പറയണം. മണി ഫ്ലോസ് ടു മീ ഈസിലി. പണം എന്നിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരും. വിത്ത് ബോൾഡ്നെസ് യു ഹാവ് ടു സേ. ഒരു ഡൗട്ടോട് കൂടി, ഒരു ഷെയിമോട് കൂടി, ഒരു ഫിയർഫുൾ ആയിട്ടല്ല ഈ വാക്കിംഗ് അഫർമേഷൻ പറയേണ്ടത്. യു ഹാവ് ടു വിത്ത് വെരി കറേജിയസ്, വെരി ബോൾഡ്നെസ്. മണി ഫ്ലോസ് ടു മീ ഈസിലി. ഐ അട്രാക്ട് സക്സസ് നാച്ചുറലി. എൻ്റെ വിജയങ്ങളൊക്കെ ഞാൻ വളരെ നാച്ചുറലായിട്ട് ഞാൻ അട്രാക്ട് ചെയ്യും. എനിക്ക് പ്രത്യേകിച്ച് ഒരു മാജിക് ആവശ്യമില്ല. വളരെ നാച്ചുറലായിട്ട് ഞാൻ വിജയങ്ങളെ ഞാൻ അട്രാക്ട് ചെയ്യും. ഇത് ഡെയിലി റിപ്പീറ്റ് ചെയ്യുകയും ഈ പറയുന്ന വാക്യങ്ങളെ ഫീൽ ചെയ്യുകയും ചെയ്യണം. യു ഹാവ് ടു ആഡ് ഇമോഷൻസ്. നമ്പർ 2 നമ്മൾ പറഞ്ഞില്ല, ഇമോഷൻസ്, ആഡ് ഇമോഷൻസ് ഈ പറയുന്ന അഫർമേഷൻസിലേക്കും കൊണ്ടുവരണം. ദെൻ 4th, ബിലീഫ് ഷിഫ്റ്റിംഗ്. നിങ്ങളുടെ വിശ്വാസത്തിനുള്ള ഷിഫ്റ്റിംഗ്. എന്താണ് നിങ്ങളുടെ വിശ്വാസം? നിങ്ങളുടെ പഴയ വിശ്വാസം, ഓ പണം ഉണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഓ മണി ഈസ് വെരി ഹാർഡ് ടു മേക്ക് ഇറ്റ്. ആ വിശ്വാസത്തെ നിങ്ങൾ റീപ്ലേസ് ചെയ്യണം വിത്ത് ന്യൂ ബിലീഫ്. എന്താണ് ന്യൂ ബിലീഫ്? മണി ഫ്ലോസ് ഈസിലി. പണം എന്നിലേക്ക് വളരെ എളുപ്പത്തിൽ വരും. സോ നമ്മൾ ലിമിറ്റിംഗ് ബിലീഫ്സിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ബിലീഫ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന 4ാമത്തെ കാര്യം. ഈ 4 കാര്യങ്ങളേ ഉള്ളൂ 2ാമത്തെ സ്റ്റേജ് ചെയ്യേണ്ടത്. ദ യൂണിവേഴ്സ് റെസ്പോൺസ് നോട്ട് യുവർ വേർഡ്സ് ബട്ട് യുവർ വൈബ്രേഷൻസ്.
ഈ പ്രപഞ്ചം നമ്മുടെ വാക്കുകളെക്കാളും ഉപരിയായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മുടെ വൈബ്രേഷൻ, നമ്മുടെ എനർജിയുടെ ഫ്രീക്വൻസികൾക്ക് അനുസൃതമായിട്ടാണ്. എൻ്റെ പെൻഡുലം തെറാപ്പിയിൽ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻസ് എപ്രകാരമുള്ളതാണ്? ഈ വാക്കുകൾ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ എനർജി ക്രിയേറ്റഡ് ആവില്ല. ആ എനർജി ക്രിയേറ്റഡ് ആവണമെങ്കിൽ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വൺ ബൈ വൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി എനർജി ആ വൈബ്രേഷൻസോട് കൂടി യൂണിവേഴ്സൽ വൈബ്രേഷൻസ് ആയിട്ട് സമ്പൽ സമൃദ്ധിയുടെ അബണ്ടൻസിന്റെ വൈബ്രേഷനുകളുമായിട്ട് ഐക്യമാവും. അതാണ് അലൈൻമെന്റ്. അപ്പോഴാണ് വളരെ ഈസിലി ആയിട്ട് ആ കാര്യങ്ങൾ സംഭവിക്കുന്നത്. മൂന്നാമത്തെ, ഡെയിലി റിച്വൽസ് ടു അട്രാക്ട് വെൽത്ത് ആൻഡ് സക്സസ്. ദിവസവും ചെയ്യേണ്ട ചില സാമ്പത്തികമായ അഭിവൃദ്ധിയുടെ വിജയത്തിൻ്റെയും റിച്വൽസ് ഉണ്ട്, ചടങ്ങുകളുണ്ട് ദിവസം ചെയ്യേണ്ടത്. പറഞ്ഞുതരാം. ഒന്ന്, കൺസിസ്റ്റൻസി. ഒരു ദിവസം ചെയ്തു, അടുത്ത ദിവസം നിർത്തി, ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചെയ്യലല്ല. യു ഹാവ് ടു പ്രാക്ടീസ് ഡെയിലി. സ്മോൾ ഡെയിലി ഹാബിറ്റ്സ് is equal to big life transformation. വലുതായ ഒരു ജീവിത മാറ്റത്തിന് നമ്മൾ ശ്രമിക്കുന്നത് ചെറിയ ചെറിയ ദിനംതോറുമുള്ള ചില ശീലങ്ങളാണ്. നമ്മൾ ഒറ്റയടിക്ക് ഒരു മലയെ തള്ളി മറിക്കാൻ നോക്കണ്ട. നിങ്ങൾ ഓരോ ദിവസവും ഓരോ കൊട്ട മണ്ണെടുത്ത് മാറ്റിയാൽ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ മല, ആ കുന്ന് ഇല്ലാതെയാവും. ഒരു വലിയ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? പലരും എക്സ്പെക്ട് ചെയ്യുന്നത് ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് വലിയ ഒരു മാറ്റം കൊണ്ടുവരണം. അതിലേക്ക് നടക്കാൻ സാധ്യമാവുന്നത് ദിനംതോറുമുള്ള നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രവൃത്തിയും ശീലങ്ങളാണ്. അത് ഡെയിലി ചെയ്യണം. ദ സ്മോൾ ഡെയിലി ഹാബിറ്റ്സ് ഇസ് ഈക്വൽ ടു ദ ബിഗ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ. അതാണ് അതിൻ്റെ കീ. ഇനി അതിന്റെ പ്രാക്ടിക്കൽ പഠിക്കാം. മോർണിംഗ് റിച്വൽ ഉണ്ട്, രാവിലെ ചെയ്യേണ്ട ചില ചടങ്ങുകൾ. രാവിലെ എണീറ്റാൽ ഉടനെ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, 3 കാര്യങ്ങൾ നിങ്ങൾ നന്ദി പറയുക. ഏതൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ദ മൊമെന്റ് യു വേക്കപ്പ്, നിങ്ങൾ എണീറ്റ് നിങ്ങളുടെ ബെഡിൽ ഇരുന്നാൽ 3 കാര്യങ്ങൾക്ക് നന്ദി പറയുക. 2 മിനിറ്റ് വിഷ്വലൈസേഷൻ ഞാൻ പഠിപ്പിച്ചു. 2 മിനിറ്റ് വിഷ്വലൈസേഷൻ. പെട്ടെന്ന് ബ്രീത്ത് എടുത്ത് കാമായി നിങ്ങൾ മണി, സക്സസ്, നിങ്ങളുടെ അലമാര, നോട്ടുകൾ, നോട്ടുകെട്ടുകൾ, പ്രമാണങ്ങൾ, വെൽത്ത്, ഇതിനെല്ലാം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ദെൻ സ്പീക്ക് അഫർമേഷൻസ്. എന്താണ്? ഐ ആം എ മണി മാഗ്നറ്റ്, ഐ ആം എ സക്സസ്ഫുൾ ബിസിനസ് മാൻ, ഐ അട്രാക്ട് മണി, ഐ അട്രാക്ട് സക്സസ്. ഇങ്ങനെ തുടങ്ങി ധാരാളം അഫർമേഷൻസുകൾ നിങ്ങൾ പറയുക. 2 മിനിറ്റ് കൊണ്ട് കാര്യം തീരും. ഗ്രാറ്റിറ്റ്യൂഡ്, 3 കാര്യങ്ങൾക്ക് നന്ദി പറയുക. പെട്ടെന്ന് തന്നെ വിഷ്വലൈസേഷനിലേക്ക് പോകുക. അഫർമേഷൻ പറയുക. കഴിഞ്ഞു. സ്മോൾ ഹാബിറ്റ് ഡെയിലി ചെയ്യുക. ഇനി ഡ്യൂറിങ് ദ ഡേ, ആ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോഴെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്റ്റേ അവെയർ ഓഫ് യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകളെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. അവോയ്ഡ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. നമ്മൾ സ്വയം പറയുന്ന ഓ ഇതൊക്കെ വെറുതെയാണ്, ഓ ഇതെല്ലാം കുറെ കേട്ടതാണ്, ഓ ഇത് ഞാൻ കുറെ കണ്ടതാണെന്ന് തുടങ്ങിയ സെൽഫ് ടോക്ക് നിർത്തുക. നെഗറ്റീവ് സെൽഫ് ടോക്ക് സിപ്പിട, ചുണ്ട്, ചിന്തിക്കുക പോലും പാടില്ല. നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. നമ്മൾ പറയില്ലേ ദ സ്കൈ ഈസ് ദ ലിമിറ്റ്. ചിന്തിക്കാനായിട്ട് എന്താ പരിധി എന്ന് ചോദിച്ചാൽ ദ സ്കൈ ഈസ് ദ ലിമിറ്റ്. വാട്ട് ഈസ് ദ ലിമിറ്റ് ഓഫ് ദ സ്കൈ? നോബഡി നോസ്. അതങ്ങനെ കിടക്കാണ്. ഇനി ടേക്ക് ഇൻസ്പയർഡ് ആക്ഷൻ. ഓരോ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുക. അത് എന്തും ആകാം. അപ്പൊ ഡ്യൂറിങ് ദ ഡേ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ നല്ല ചിന്തകൾ, വിഷ്വലൈസേഷൻ ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾ ബോധവാനായിരിക്കണം. ഒരു കാരണവശാലും അതിനെ അബോർട്ട് ചെയ്യുന്ന, അതിനെ കില്ല് ചെയ്യുന്ന, അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന സെൽഫ് നെഗറ്റീവ് ടോക്കുകൾ ഉണ്ടാകാൻ പാടില്ല. ദെൻ ഈ കണ്ടതിന് ഇൻസ്പയർ ആയിക്കൊണ്ട് നിങ്ങൾ ചെറിയ ചെറിയ സ്മോൾ ആക്ഷൻസ് ചെയ്യുക, ചില ആക്ടിവിറ്റികൾ ചെയ്യുക. ഇനി രാത്രി റിച്വൽ, ഇത് ഡെയിലി ചെയ്യുന്നത്. മോർണിംഗ്, ഡ്യൂറിങ് ദ ഡേ, ദെൻ ദ നൈറ്റ്. നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് ചെയ്യുന്നത് എന്താണ്?
നിങ്ങൾ പല കാര്യങ്ങളുണ്ടാവും. എന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യം കൂടി നിങ്ങൾ ചെയ്യുക. നിങ്ങൾ കോൾ ദ ഡേ, നിങ്ങൾ ആ ദിവസത്തെ രാവിലെ തൊട്ട് വൈകുന്നേരം ബെഡിൽ എത്തുന്ന മൊമെന്റ് വരെ നിങ്ങളെ ഒന്ന് ആ ദിവസത്തെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക, ഒന്ന് സ്പ്ലാഷ് ചെയ്ത് നോക്കുക, ഒന്ന് ഓടിച്ച് നോക്കുക. അതിൽ നോക്കുമ്പോൾ രാവിലെ മുതൽ നിങ്ങൾ ബെഡിൽ തിരിച്ചെത്തുന്ന നേരെ വരെ ഉള്ള നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ ഇടപാടുകളിൽ പല കുറവുകളും പോരായ്മകളും എല്ലാം സംഭവിച്ചു കാണാം. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ദേഷ്യം വരാം, നമുക്ക് ജലസ് ഉണ്ടാകാം, നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകാം, നമ്മൾ ചിലപ്പോൾ ബാഡ് വേർഡ്സ് പറഞ്ഞിട്ടുണ്ടാവും, പലതും സംഭവിച്ചു പോയിട്ടുണ്ടാകാം. അപ്പോൾ നമ്മൾ ആ ദിവസത്തെ കോൾ ഫോർ ചെയ്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഫോർഗീവ്നെസ് ഉണ്ട്. എവിടെയൊക്കെയാണ്? നമ്മളോട് തന്നെ. അയ്യോ, ഷെയിമും ഗിൽറ്റും വരാൻ പാടില്ല. അയ്യോ ഞാനത് ചെയ്തു പോയി, അയ്യോ ഞാൻ വീണ്ടും ആ തെറ്റ് ചെയ്തു. നോ, പാടില്ല. സെൽഫ് ഫോർഗീവ്നെസ് ഈസ് മസ്റ്റ്. ഞാൻ എന്നോട് തന്നെ ക്ഷമിച്ചു. ഓക്കെ, ഞാൻ തെറ്റ് ചെയ്തു, എനിക്ക് മനസ്സിലായി, ഞാൻ എന്നോട് ക്ഷമിച്ചു. ഞാൻ മറ്റൊരാളോട് മോശമായി സംസാരിച്ചു, പെരുമാറി, തെറ്റാണ്, ഞാൻ ആ വ്യക്തിയോടും ക്ഷമ ചോദിക്കുന്നു. യു ഹാവ് ടു റീകൺസിൽ വിതിൻ യു ആൻഡ് റിലീസ് ദ നെഗറ്റിവിറ്റി. ആ ടോക്സിൻസുകൾ, ആ ദേഷ്യം, ആ ആങ്കർ, ആ ഫിയർ, ആ ഫീൽ, ആ എല്ലാ ടോക്സിൻസുകളും നിങ്ങൾ എന്ത് ചെയ്യണം? ഐ റിലീസ് ദിസ് ടോക്സിൻസ്. നിങ്ങളത് പറയുക. ദെൻ എന്ത് ചെയ്യണം? ഒരു വിജയം, ഒരു സക്സസ്. എന്താണ്? നിങ്ങൾ ആ ശത്രുവിന് മേളിൽ ജയിച്ച വിജയം, സ്നേഹം കൊണ്ട് വിജയിച്ചത്, ക്ഷമ കൊടുത്ത് വിജയിച്ചത്, നിങ്ങളുടെ സക്സസ്, നിങ്ങളുടെ വിജയങ്ങളെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത്, അല്ലെങ്കിൽ പുതിയൊരു വിജയം, ബിസിനസ് ഡീല് കൺക്ലൂഡ് ചെയ്തത്, ഒരു ബിസിനസ് ഡീല് ഞാൻ കൺക്ലൂഡ് ചെയ്തു, ഒരു സെയില് ഞാൻ ക്ലോസ് ചെയ്തു, ഒരു ഓർഡർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു, തുടങ്ങിയ സക്സസ് കാര്യങ്ങൾ, വിജയകരമായ കാര്യങ്ങളെ മാത്രം വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഉറങ്ങാൻ പോവുക. ദാറ്റ്സ് ഇറ്റ്, നൈറ്റ് റിച്വൽ. ഇനി ഫിസിക്കൽ റിച്വൽസ് ഉണ്ട്. നമ്മുടെ ആക്ഷൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നിങ്ങളുടെ പേഴ്സുകൾ പരിശോധിക്കുക. ഇപ്പോൾ വേണ്ട, സമയമില്ല. സമയം ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ, ലൈവ് ക്ലാസ് അല്ലാതെ ഓഫ്ലൈൻ ആണെങ്കിൽ ഞാൻ ചെയ്യിപ്പിക്കും. നിങ്ങളുടെ പേഴ്സുകൾ എടുക്കുക. ആ പേഴ്സിൽ പഴയ ലോട്ടറി, പഴയ ടിക്കറ്റുകൾ, കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്തതുണ്ട്. സോ കീപ് യുവർ വാലറ്റ് ക്ലീൻ. പേഴ്സിൽ വെക്കേണ്ട വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെക്കുക. ദെൻ നിങ്ങളുടെ സ്പേസിന് എന്ത് ചെയ്യണം? യു ഹാവ് ടു മെയിൻറ്റെയിൻ ഓർഗനൈസ്ഡ് സ്പേസ്. നിങ്ങളുടെ സ്പേസ് എല്ലാം എപ്പോഴും ഒരു വൃത്തിയും ഒരു ക്രമീകരണവും വേണം. ദെൻ റെസ്പെക്ട് ദ മണി. പണത്തിനെ കുറിച്ച് യാതൊരു നെഗറ്റീവ് ടോക്കും നിങ്ങളിൽ നിന്ന് ഉണ്ടാകരുത്. ദയവായി. പണം എല്ലാത്തിനും നാശകരം. മണി ഈസ് ഈവിൾ. നിങ്ങൾ എഴുതി വെച്ച കണ്ടെന്നാവും അല്ലേ? മണി ഈസ് ഡേർട്ടി. എന്തെല്ലാമാണ് എഴുതി മണീനെ കുറിച്ച് എഴുതുന്നത്, പണത്തെ കുറിച്ച് എഴുതുന്നത്. നോ മോർ നെഗറ്റീവ് ടോക്ക്. ഇന്ന് മുതൽ നിങ്ങൾ പണത്തെ കുറിച്ച് ഒരിക്കലും നെഗറ്റീവായിട്ട് കാണുകയോ പറയുകയോ ചെയ്യരുത്. റെസ്പെക്ട് മണി. പണത്തിനെ, ധനത്തിനെ ബഹുമാനിക്കുക. പ്രത്യേകിച്ച് മലയാളികൾക്ക് ബഹുമാനിയും ഇത്തിരി കുറവാണ്, അറിയില്ല ബഹുമാനിക്കാൻ. ഉള്ളിലൊക്കെ ബഹുമാനമുണ്ട്, പ്രകടിപ്പിക്കാൻ അറിയില്ല. സ്നേഹമൊക്കെ ഉള്ളിലുണ്ട്, പ്രകടിപ്പിക്കാൻ അറിയില്ല, പറയാൻ അറിയില്ല. നല്ല വാക്ക് പറയാൻ അറിയില്ല. ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ അറിയില്ല, ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ അറിയില്ല. നമ്മുടെ മലയാളി പ്രശ്നം എല്ലാം ഉള്ളിൽ ഒതുക്കും. അവസാനം ഹാർട്ട് ചക്ര കൊളാപ്സ് ആവും, അറ്റാക്കും വരും. മലയാളിക്കാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് ഫെയിലിയർ വരുന്നത്. രോഗമായിട്ടുള്ള ഹാർട്ട് ഫെയിലിയർ അല്ല, ഇമോഷണൽ ഫെയിലിയർ. ഹാർട്ട് ചക്രയെ നശിപ്പിക്കാൻ. കാരണം ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള കഴിവില്ല. ഓക്കെ, അപ്പോൾ നമ്മളത് പഠിക്കണം. ദെൻ യുവർ ഡെയിലി റൊട്ടീൻ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ അബണ്ടൻസ്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ നിങ്ങളുടെ പതിവ് രീതികളാണ് നിങ്ങളുടെ ഭാവിയിലെ സമൃദ്ധിയെ, ജീവിതത്തിലെ സകല മണ്ഡലങ്ങളിലും വരുന്ന സമൃദ്ധിയെ ഒരുക്കുന്നത്, ഉരുവാക്കുന്നത് നിങ്ങളുടെ ദിനം തോറുമുള്ള നിങ്ങളുടെ റൊട്ടീനാണ് അതിനെ ഡിസൈഡ് ചെയ്യുന്നത്, അതിനെ തീരുമാനിക്കുന്നത്. മറന്നു പോകരുത്. നാലാമത്തെ, നിങ്ങളെ പഠിപ്പിക്കാൻ നാലാമത്തെ കാര്യമാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഫോർ അൺലിമിറ്റഡ് ഗ്രോത്ത്. നിങ്ങൾ എൻ്റെ പരസ്യങ്ങൾ നോക്കിയ 4 കാര്യങ്ങൾ അതിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നാലാമത്തെ കാര്യമാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഫോർ അൺലിമിറ്റഡ് ഗ്രോത്ത്.
1 മണിക്കൂർ കഴിഞ്ഞു, ക്ഷമിക്കുക. അരമണിക്കൂറിനുള്ളിൽ ഞാൻ തീർക്കാൻ ശ്രമിക്കാം. മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ സയൻസ് പറയുന്നതുണ്ട്, യുവർ സബ് കോൺഷ്യസ് മൈൻഡ് കൺട്രോൾസ് 95% ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൻ്റെ 95% കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്, കോൺഷ്യസ് മൈൻഡ് അല്ല. സോ ഇഫ് ഇറ്റ് ഈസ് പ്രോഗ്രാംഡ് വിത്ത് ലാക്ക്, പരിമിതികളെ കൊണ്ടാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്തതെങ്കിൽ നമുക്ക് എപ്പോഴും പരിമിതികളായിരിക്കും, എപ്പോഴും നഷ്ടങ്ങളായിരിക്കും, എപ്പോഴും പരാജയങ്ങളായിരിക്കും, എപ്പോഴും സങ്കടങ്ങളായിരിക്കും. കാരണം എന്തിലാണ് അത് ട്യൂൺ ആയിട്ടിരിക്കുന്നത്, പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്, അതനുസരിച്ച് അത് പ്രവർത്തിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞത് ഓർക്കുക, സബ് കോൺഷ്യസ് മൈൻഡിന് ഇമാജിനേഷനെയും റിയാലിറ്റിയെയും വേർതിരിച്ചറിയാനുള്ള കഴിവില്ല. അതിനെല്ലാം ഒന്നാണ്, എല്ലാം റിയലാണ്, അത് റിയൽ ആക്കുവാൻ പരിശ്രമിക്കും. അപ്പോൾ നിങ്ങൾ അതിനെ പ്രോഗ്രാം ചെയ്യേണ്ടത് എന്തുകൊണ്ടായിരിക്കണം? വിജയങ്ങൾ കൊണ്ടും സന്തോഷം കൊണ്ടും നല്ല വിഷ്വലൈസേഷനുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു, അതിലേക്ക് വീണ്ടും പോകുന്നില്ല, നല്ല വിഷ്വലൈസേഷൻ കൊണ്ട് നിങ്ങൾ പ്രോഗ്രാം ചെയ്യണം നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ 95% ആയിട്ടുള്ള നിങ്ങളുടെ കൺട്രോളിലെ കാര്യങ്ങളെ അത് നടത്തിക്കൊണ്ടിരിക്കും. എന്തിലേക്ക്? വിജയത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും ആരോഗ്യത്തിലേക്കും നല്ല ബന്ധങ്ങളിലേക്കും എല്ലാം ഇത് നമുക്ക് തോന്നും വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നു എന്ന് തോന്നുന്ന രീതിയിൽ. കാരണം നമ്മുടെ നോളേജിലല്ല സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിന് അതിൻ്റെതായ പവറുകളുണ്ട്, അതിൻ്റെതായ കഴിവുകളുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ് എവിടെയെല്ലാം കണക്ട് ചെയ്യുന്നു, അത് കോസ്മിക് കോൺഷ്യസ് ആയിട്ട് കണക്റ്റഡ് ആണ്, സൂപ്പർ കോൺഷ്യസ് ആയിട്ട് കണക്റ്റഡ് ആണ്, കളക്റ്റീവ് സൂപ്പർ കോൺഷ്യസുകളുമായിട്ട് കണക്റ്റഡ് ആണ്. അതിൻ്റെ ശക്തികളൊക്കെ വളരെ അപാരമായ കഴിവുകളാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ. അതിലേക്കൊന്നും കടക്കാൻ സമയമില്ല. അറിവുള്ളവരുടെ ചെറിയൊരു ഇൻസ്പിറേഷൻ ആയിട്ട് പറയാണ്, നമ്മൾ ഒറ്റ വാക്കിൽ സബ് കോൺഷ്യസ് എന്ന് പറയുമ്പോൾ ദ സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് കണക്റ്റഡ് ടു സൂപ്പർ കോൺഷ്യസ്. പ്രപഞ്ചബോധവുമായിട്ട് കണക്ഷൻ ആയിട്ടാണ് സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങൾ വ്യക്തമായിട്ട് ആ എനർജി ട്യൂൺ ചെയ്താൽ പ്രപഞ്ചബോധത്തിന്റെ ഫ്രീക്വൻസികളുമായിട്ടുള്ള ഏകാത്മ്യം പ്രാപിക്കുമ്പോൾ ഇറ്റ് വിൽ ഹാപ്പൻ, അത് നടക്കും. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്യുന്നുള്ള 1-2 കാര്യങ്ങളൊന്ന് പഠിച്ചു പോകാം. നിങ്ങൾ ലിമിറ്റ് ചെയ്യുന്ന, നിങ്ങളെ പരിധി വെക്കുന്ന ബിലീഫുകൾ, വിശ്വാസങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നിങ്ങൾ വാട്ട് യു ബിലീവ് അബൌട്ട് മണി, പണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങൾ പേപ്പറിൽ എഴുതുക. ഇപ്പൊ പറഞ്ഞു പോകാനും പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല, ക്ഷമിക്കുക, നിങ്ങളത് എക്സസൈസ് ചെയ്യുക. 2, എന്താണ്? റീപ്ലേസ് ദ പാറ്റേൺ, അതിന്റെ പാറ്റേണെ ചേഞ്ച് ചെയ്യുക. നിങ്ങൾ വീണ്ടും എഴുതുക. എന്താണ്? ഉദാഹരണത്തിന് ഐ കാൺ സക്സസ്, എനിക്ക് വിജയം വരില്ല, എനിക്ക് വിജയിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ തിരിച്ച് എന്ത് എഴുതണം? അതിനെ കട്ട് ചെയ്തിട്ട് എഴുതണം, ഐ ആം ഗ്രോയിങ് ഡെയിലി, ഞാൻ എല്ലാ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് വിജയിക്കാൻ പറ്റില്ല. നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ, നമ്മളിലുള്ള നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ ഒന്ന് എഴുതിയാൽ മതി. എന്നിട്ട് അതിന്റെ ഓരോന്നിന്റെയും അഗേൻസ്റ്റ് എഴുതണം. എന്താണ്? ഞാൻ ദിനംതോറും വളർന്നുകൊണ്ടിരിക്കുന്നു, ദിനംതോറും വിജയിച്ചു കൊണ്ടിരിക്കുന്നു, ദിനംതോറും ഞാൻ ആരോഗ്യവാനായിരിക്കുന്നു, ദിനംതോറും ഞാൻ ബിസിനസ്സിൽ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ ഗ്രോയിങ് വേർഡ്സ്, വളരുന്ന വാക്കുകൾ നിങ്ങൾ എഴുതണം. അതാണ് റീപ്ലേസിങ് ദ പാറ്റേൺ. നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫുകൾ കണ്ടിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അതിനെ റീപ്ലേസ് ചെയ്യുന്ന, റീപ്രോഗ്രാം ചെയ്യുന്ന വാക്കുകൾ നിങ്ങൾ എഴുതണം. പറഞ്ഞാൽ പോരാ, യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. എഴുതുന്നതിൻ്റെ ശക്തി വളരെ വളരെ അതിശയകരമാണ്. നിങ്ങൾ പറയുന്നതും വിഷ്വലൈസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ എഴുതുകയും ചെയ്താൽ ദാറ്റ്സ് എ വെരി മച്ച് പവർഫുൾ ആക്ഷൻ. ഞാൻ പറഞ്ഞ എല്ലാത്തിനും ആക്ഷൻ വേണം, പ്രവർത്തനങ്ങൾ വേണം എന്ന് ഞാൻ പഠിപ്പിക്കാവുന്നതിൻ്റെ കാരണം അതാണ്. ഇനി അടുത്തതിലേക്ക് കിടക്കാം, റിപ്പീറ്റേഷൻ. ഈ റിപ്പീറ്റേഷൻ അഫർമേഷൻ ആയിട്ട് നമ്മൾ പറയണം. മോർണിംഗ് ആൻഡ് നൈറ്റ്, രാവും പകലും പറയണം. റിപ്പീറ്റേഷൻ റീവയേഴ്സ് ദ ബ്രെയിൻ. ആവർത്തിച്ച് ചിന്തിക്കുകയും കാണുകയും പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ മസ്തിഷ്കത്തിനെ റീവയർ ചെയ്യും, റീപ്രോഗ്രാം ചെയ്യും. സോ റിപ്പീറ്റേഷൻ ഇസ് എ മസ്റ്റ്. അതുകൊണ്ടാണ് കുറേ കാലം, ഒരു 21 days ഒക്കെ ചെയ്യാനായിട്ട്
പലപ്പോഴും പറയുന്നത്. ഇനി ഇമോഷണൽ ആങ്കറിങ്, വൈകാരികമായ ഒരു സ്ഥിരത, ഒരു സ്റ്റെബിലിറ്റി നമ്മൾ കൊണ്ടുവരണം. എന്ത് ചെയ്യണം? ഫീൽ ദ ന്യൂ ബിലീഫ് സ്ട്രോങ്ലി. എനിക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തെ ശക്തമായിട്ട് ഫീൽ ചെയ്യണം. യെസ്, ഐ ക്യാൻ ഡു ഇറ്റ്. ഈ എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ ഓവർകം ചെയ്യും. ഐ വിൽ ബി ഇൻ അബണ്ടൻസ് വൺ ഡേ ആൻഡ് ഐ വിൽ റീച്ച് ദാറ്റ് ഗോൾ. ഐ വിൽ സ്റ്റാൻഡ് ഇൻ ദ വിക്ടറി. നമ്മളിൽ തന്നെ വളരെ അഫർമേഷൻ, പ്രസ്താവനകൾ അത് നമ്മൾ കൊണ്ടുവരണം, അത് പറയണം. ദെൻ എന്ത് ചെയ്യണം? അതാണ് ഇമോഷണൽ ഹാങ്കറിങ്, വളരെ ഉറപ്പാവുന്ന ഇമോഷൻസ്. ഇനി മെഡിറ്റേഷൻ ടെക്നിക്, ഇതെല്ലാം മെഡിറ്റേഷനിൽ പെട്ടതാണ്. മെഡിറ്റേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ഹാവ് ടു എൻ്റർ എ റിലാക്സ്ഡ് സ്റ്റേറ്റ്, ഒരു ന്യൂട്രൽ സ്റ്റേറ്റിൽ പോവാം. ദെൻ യു ക്യാൻ ഗീവ് ന്യൂ കമാൻഡ്സ്. എന്താണ്? നിങ്ങൾ മെഡിറ്റേഷനിൽ, ഇത് പാർട്ട് ഓഫ് മെഡിറ്റേഷനിൽ തന്നെ, ആ മെഡിറ്റേഷൻ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് വിഷ്വലൈസേഷൻ, അഫർമേഷൻസ് എല്ലാം പറഞ്ഞ അതേ രീതിയിൽ യു ക്യാൻ ഗീവ് എ ന്യൂ കമാൻഡ് ടു യുവർ സെൽഫ്. എന്താണ്? ഐ ഡിസേർവ് അൺലിമിറ്റഡ് അബണ്ടൻസ്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന കമാൻഡാണ്. ഐ ഡിസേർവ്, ഞാൻ യോഗ്യത നേടിയിരിക്കുന്നു, എനിക്ക് യോഗ്യതയുണ്ട്, അളവില്ലാത്ത സമൃദ്ധി സ്വീകരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ട്. So change your subconscious and your life will be automatically changed. നിങ്ങളുടെ സബ്കോൺഷ്യസിനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയാൽ യുവർ ലൈഫ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ചേഞ്ച്. നിങ്ങൾക്ക് ഒരാളുടെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഒരു ഹീലറുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ തുടക്കത്തിൽ ചില പരിശീലനങ്ങൾ, ഒരു പ്രാക്ടീസ്, ഒരു ഗൈഡഡ് ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാമും റീപ്രോഗ്രാമും ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ ഓട്ടോമേറ്റഡ് ആക്കാം. ആൻഡ് ദാറ്റ് എ സക്സസ്ഫുൾ ലൈഫ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വിജയങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് വരാണ്. ഫൈനൽ ക്ലോസിംഗ് ഇതാണ്: ആക്ടിവേഷൻ, അലൈൻമെന്റ്, ആക്ഷൻ, ദെൻ മാനിഫെസ്റ്റേഷൻ. ശ്രദ്ധിക്കുക, abundance is not luck. ഭാഗ്യമല്ല സമൃദ്ധി. ഇറ്റ് ഈസ് എ സിസ്റ്റം യു ക്യാൻ ലേൺ ആൻഡ് പ്രാക്ടീസ്. ഇതൊരു സിസ്റ്റമാണ്, നിങ്ങൾക്കത് പഠിച്ച് പ്രാവർത്തികമാക്കാൻ പറ്റും. അപ്രകാരം പ്രാവർത്തികമായി കിട്ടുന്ന റിസൾട്ടാണ് അബണ്ടൻസ്. അതൊരു ഭാഗ്യ പരീക്ഷണമല്ല. അബണ്ടൻസ് ഈസ് നോട്ട് എ ലക്ക്. ഇറ്റ് ഈസ് എ സിസ്റ്റം യു ക്യാൻ ലേൺ ആൻഡ് പ്രാക്ടീസ്. ഇത് മറന്നു പോരുത്. നിങ്ങൾക്ക് പഠിച്ച് പരിശീലനം ചെയ്ത് നേടാവുന്ന ഒന്നാണ് സമൃദ്ധി. ഇതാർക്കും സാധിക്കും. ഇതിന് തടസ്സം എന്ന് പറയുന്നത് ഷെയിം, ഗിൽറ്റ്, ഫിയർ, പാസ്റ്റ് ഫെയിലിയേഴ്സ്. അതിനെ ഓവർ റൈറ്റ് ചെയ്യുക, അതിന് ചെയ്യാം. ഇനി നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. ഒരു 1 hour ചെയ്യേണ്ട മെഡിറ്റേഷൻ ഞാൻ ഒരു 10 minutes കൊണ്ട് നിങ്ങളെ ഒന്ന് പഠിപ്പിച്ച് വിടാൻ മാത്രം ശ്രമിക്കുന്നുള്ളൂ. നിങ്ങൾ റെഡിയാണോ അതോ വേറൊരു ദിവസത്തേക്ക് വെക്കണോ? നിങ്ങളുടെ തമ്പിടാം നിങ്ങൾ റെഡി ആണെങ്കിൽ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. എനിക്ക് അതിൻ്റെ ഡീപ്പ് സെഷനിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ടൈം, നാളെ ജോലിക്ക് പോകേണ്ടവരും പലരും കാണും. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സഹകരിക്കുക. നിങ്ങൾ വളരെ സുഖകരമായിട്ടിരിക്കുക. 2 കാലുകളും 2 കാൽപാദങ്ങളും നിങ്ങളുടെ തറയിൽ ടച്ച് ചെയ്തിരിക്കുക. ചെരുപ്പുകളോ ഷൂകളോ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ റിമൂവ് ചെയ്യുക. നിങ്ങളായിരിക്കുന്ന മുറിയിലെ തറയിൽ നിങ്ങളുടെ 2 കാലുകളും സ്പർശിച്ചിരിക്കുക. വെരി കംഫർട്ടബിൾ, വളരെ സുഖകരമായിട്ടിരിക്കുക. ടൈറ്റായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ ഇരിക്കരുത്. വളരെ റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അപ്രകാരം ഇരിക്കുമ്പോൾ നിങ്ങളുടെ നട്ടെല്ല്, സ്പൈൻ അപ്രൈറ്റ് ആയിട്ടിരിക്കണം, വളരെ സ്ട്രെയിറ്റ് ആയിട്ട്. സുഷുമ്ന നിങ്ങളുടെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. നിങ്ങളുടെ ചക്രകളെല്ലാം വളരെ ആക്ടിവേറ്റ് ആവാനായിട്ടൊക്കെ വളരെ നല്ലതാണ് അപ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. സിറ്റിംഗ് പൊസിഷൻ അപ്രൈറ്റ്. സ്പൈനൽ കോഡ് ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ ഇരിക്കുക. ദെൻ കണ്ണുകൾ അടയ്ക്കുക. റിലാക്സ് യുവർ ബോഡി. റിലാക്സ് യുവർ ബോഡി.
റിലീസ് ഓൾ ടെൻഷൻസ്. നിങ്ങൾ ശ്വാസമെടുക്കുക, ദീർഘമായിട്ട് ശ്വാസമെടുത്ത് ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വളരെ സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ മസിൽസുകൾ റിലാക്സ് ആകുന്നത് നിങ്ങളുടെ മനസ്സിൽ കാണുക, നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുക. എല്ലാ ടെൻഷനുകളും, എല്ലാ വറിയും, എല്ലാ നെഗറ്റിവിറ്റികളും നിങ്ങളുടെ ഉച്ഛ്വാസവായിലൂടെ നിങ്ങളുടെ എക്സൈൽ ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകുന്നത് നിങ്ങൾ ഒന്ന് ഫീൽ ചെയ്യുക. ശ്വാസമെടുക്കുമ്പോൾ ദ ന്യൂ ലൈഫ്, ദ ന്യൂനെസ്, ദ പുതുക്കം, ദ എനർജി ഓഫ് ലൈഫ്, പ്രപഞ്ചബോധത്തിന്റെ ശക്തിയെ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ശ്വാസമെടുക്കുമ്പോൾ നിങ്ങൾ ജീവനെ എടുക്കുക, അത് ഹോൾഡ് ചെയ്യുക. നിശ്വസിക്കുമ്പോൾ എല്ലാ ടെൻഷനുകളും, എല്ലാ നെഗറ്റിവിറ്റികളും നിങ്ങളിൽ നിന്ന് പോകുന്നത് നിങ്ങൾ അനുഭവിക്കുക. യു ആർ ബിക്കം വെരി ലൈറ്റർ ആൻഡ് ലൈറ്റർ. യു ബിക്കം വെരി കാം ആൻഡ് കാം. വെരി ലൈറ്റർ ആൻഡ് ലൈറ്റർ. നിങ്ങളുടെ ശരീരം വളരെ കാമാകുന്നത്, കൂളാവുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചറിയാം. ഐ റിലീസിങ് ദ എനർജി ടു ബിക്കം കൂൾ, ബിക്കം കാം. യു ക്യാൻ ഫീൽ ഇറ്റ്, യു ക്യാൻ ഫീൽ ഇറ്റ്, ഫീൽ ഇറ്റ്. ശ്വാസം എടുത്തു വിടുമ്പോൾ നിങ്ങളുടെ ശരീരം റിലാക്സ് ആകുന്നത്, നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. എല്ലാ ടെൻഷനുകളും, എല്ലാ പിരിമുറുക്കങ്ങളും അഴിഞ്ഞു മാറുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. ശ്വാസം ദീർഘമായിട്ടെടുത്ത് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വളരെ